പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമസ്കാരം. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. ഇന്ന് ഒരു 4 മിനിറ്റ് സാങ്കേതികമായ തടസ്സങ്ങൾ നേരിട്ടു. ആ സാങ്കേതികമായ തടസ്സങ്ങൾ നേരിട്ടത് സത്യത്തിൽ ഇന്നത്തെ നമ്മുടെ ടൈറ്റിലിന് ഏറ്റവും അനുയോജ്യമായ സംഗതിയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സുപ്രധാനമായ 15 കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ എല്ലാവരും നോട്ട്ബുക്കും പേനയും എടുത്തു വെച്ചോളൂ. ഇതൊരു കോമഡി ഷോ ഒന്നും അല്ലട്ടോ, ലേണിംഗ് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നോട്ട്ബുക്ക്, പേന അല്ലെങ്കിൽ പേപ്പർ, പേന നിർബന്ധമായും എടുത്തു വെക്കുക. നമുക്ക് ആവശ്യമുള്ളത് കുറിച്ചെടുക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ODL മെത്തേഡ് ലേണിംഗ് പ്രോസസ് എന്താണ്, ഓൺലൈൻ ലേണിംഗ് പ്രോസസ് എന്താണ്. ഒരുപാട് പേർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതിലേക്ക് ആഴത്തിൽ ഞാൻ ഇറങ്ങി ചെല്ലുകയാണ്. ഇഗ്നോ 3 തരത്തിലുള്ള കോഴ്സസ് നമുക്ക് നൽകുന്നു. സാധാരണ പരമ്പരാഗതമായി പറയുന്ന വാക്കാണ് കോഴ്സസ്. ശരിക്കും പ്രോഗ്രാം എന്നാണ് ഇഗ്നോയിൽ പറയേണ്ടത്. UGC അത് തന്നെയാണ് പറയുന്നത്. 3 തരത്തിലുള്ള വിദ്യാഭ്യാസ രീതി ഇന്ത്യയിൽ പണ്ട് മുതലേ ഉണ്ട്. ഇഗ്നോ അത് വേറെ ഒരു 3 രീതിയിൽ ഇപ്പോൾ കൊണ്ടുപോകുന്നു. എഴുതിയെടുക്കണം കേട്ടോ. ഇനി ഞാൻ എഴുതിയെടുക്കൂ എന്ന് പറയില്ല. ഞാൻ പതുക്കെ പറയുകയുള്ളൂ. നിങ്ങൾക്ക് കാലത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ പറയുന്നത്. 3 രീതി എന്ന് പറയുന്നത്, ഒന്ന് ഫോർമൽ എഡ്യൂക്കേഷൻ. ഫോർമൽ എഡ്യൂക്കേഷൻ നമ്മൾ അണിഞ്ഞൊരുങ്ങി വീട്ടിൽ നിന്ന് എല്ലാവരും സ്കൂളുകളിലേക്ക്, കോളേജുകളിലേക്ക് പോകുന്ന ഒരു രീതി. അത് എല്ലായ്പ്പോഴും ഓപ്പൺ അല്ല, അത് ക്ലോസ്ഡ് ആണ്. നമ്മൾ 9 മണിക്ക് വിദ്യാലയത്തിലേക്ക്, കോളേജിലേക്ക് എത്തുന്നു. 8:50 അവിടെ പ്രിൻസിപ്പാളും മറ്റുള്ളവരെല്ലാം നേരത്തെ എത്തുന്നു. നമുക്ക് വേണ്ട എല്ലാ സെറ്റപ്പുകളും അവിടെ ഒരുങ്ങുന്നു. ലൈബ്രറി ഒരുങ്ങുന്നു. പതുക്കെ ടീച്ചർമാർ എത്തുന്നു. നമ്മൾ 7 മണി മുതലേ പുറപ്പെട്ടു. കോളേജിൽ എത്തിയത് 9 മണിക്ക്. 2 മണിക്കൂർ യാത്ര. അങ്ങനെയെല്ലാം ചെയ്ത് നമ്മൾ ഒരു പരമ്പരാഗത രീതിയിൽ അന്നും ഇന്നും ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആ ഒരു രീതി, ഫേസ് ടു ഫേസ് റെഗുലർ ക്ലാസ്, അതാണ് ഏറ്റവും വലിയ കെങ്കേമം എന്നാണ് നമ്മൾ എല്ലാവരും ഇപ്പോഴും വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ വിദ്യാഭ്യാസ പ്രവർത്തന രീതിയിൽ പറയുകയാണെങ്കിൽ അത് ഫോർമൽ എഡ്യൂക്കേഷൻ. അങ്ങനെയുള്ള വ്യക്തികളിൽ 5.5 ലക്ഷം കുട്ടികൾ നമ്മൾ ഇപ്പോൾ +2 പാസ്സായി എന്ന് കരുതുക. ആ 5.5 ലക്ഷം കുട്ടികൾക്കും വ്യത്യസ്ത ഡിഗ്രി പഠിക്കണം. അതിന് 5.5 ലക്ഷം കുട്ടികൾക്കും പഠിക്കാനുള്ള 5.5 ലക്ഷം സീറ്റ് നമ്മുടെ കേരളത്തിൽ ഇല്ല. കേരളത്തിന്റെ അവസ്ഥയാണ് പറയുന്നത്. കേരളത്തിൽ 5.5 ലക്ഷം സീറ്റ് +2 ശേഷമുള്ളതില്ല. എല്ലാവരും മിനിമം പാസ് D++ വാങ്ങി പാസ്സായാൽ +2 VHSCയിലും പോളിടെക്നിക്കിലും എല്ലാറ്റിലും D+ ആൻഡ് എബോ വാങ്ങിച്ചാൽ എല്ലാവരും എന്തിനാണ്? എലിജിബിൾ ടു ഹയർ സ്റ്റഡി, ഉന്നത വിദ്യാഭ്യാസം നേടാൻ യോഗ്യരാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് തരുന്നത്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് സീറ്റ് കിട്ടുന്നില്ല? എന്തെങ്കിലും ചെയ്യണ്ടേ? ഈ 5.5 ലക്ഷം കുട്ടികൾക്കും എങ്ങനെ സീറ്റ് കൊടുക്കും? ആകെ നമ്മുടെ കയ്യിൽ 1 ലക്ഷം സീറ്റേ ഉള്ളൂ. ആകെ 1 ലക്ഷം സീറ്റേ ഉള്ളൂ. ഈ 5.5 ലക്ഷം കുട്ടികളിൽ ഒരു 1.5 ലക്ഷം കുട്ടികൾ, ആൺകുട്ടികൾ പ്രത്യേകിച്ച്, അവർ ജോലിയാർത്ഥം മറ്റ് പല രീതിയിലേക്ക് പോയിട്ടുണ്ടാവും. ചിലർ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുണ്ടാവും, ജോലിക്ക് പോകും. അങ്ങനെ പലതും. പെൺകുട്ടികളിൽ കുറച്ച് പേര് ഈ +2 പ്രായം കഴിയുമ്പോൾ 18 വയസ്സാകുന്നു എന്നുണ്ടെങ്കിൽ അവർ അധികപക്ഷവും വിവാഹിതരാകുന്നു. ചിലർ വിവാഹിതരാകുന്നില്ല. ചിലർ പല രൂപത്തിൽ പോകുന്നു. അപ്പൊ കൈത്തൊഴിൽ മുതൽ പലതിലേക്കും പോകുന്നു. അങ്ങനെ ഒരു 2.5 ലക്ഷം കുട്ടികൾക്കെങ്കിലും നമുക്ക് സീറ്റ് കിട്ടണ്ടേ? സീറ്റ് ഇല്ല.
കോളേജുകളിൽ സീറ്റില്ല. നിങ്ങൾ കണക്കെടുത്തോളൂ. മൊത്തം നിങ്ങളുടെ നാട്ടിൽ എത്ര കോളേജ് ഉണ്ട്, അതിൽ എത്ര കുട്ടികൾ പഠിക്കുന്നു എന്നുള്ളത് കണക്കെടുത്താൽ ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് വിദ്യാഭ്യാസ ചിന്തകന്മാരുടെ ഇടയിൽ ഒരു സംസാര വിഷയം വന്നത്. ഫോർമൽ എഡ്യൂക്കേഷന് നമുക്ക് ഫോർമൽ എഡ്യൂക്കേഷന്റെ അതേ വ്യാപ്തിയിൽ ഇൻഫോർമൽ എഡ്യൂക്കേഷനായി എങ്ങനെ കൊടുക്കാം? നോട്ട് ഫോർമൽ, ഇൻഫോർമൽ. ആ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ രണ്ടാമത്തെ രീതിയായി വന്നു. അതാണ് പണ്ട് കറസ്പോണ്ടൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ്, പിന്നീട് അത് പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് വന്ന്, പിന്നീട് അത് വീണ്ടും കറസ്പോണ്ടൻസ് എഡ്യൂക്കേഷൻ. കോത്താരി കമ്മീഷനാണ്, മുതലിയാർ കമ്മീഷനാണ് കറസ്പോണ്ടൻസ് എഡ്യൂക്കേഷൻ ഒക്കെ പറഞ്ഞത്. പിന്നീട് അത് അങ്ങനെ വന്ന് അവസാനം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നപ്പോഴാണ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്നുള്ള കാഴ്ചപ്പാട്ടിൽ വന്നത്. അങ്ങനെ വന്നിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇതിലേക്ക് നേരിട്ട് ഇന്ത്യൻ യുവത്വത്തിന് ആവശ്യമായ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റായിക. ഇവിടെയാണെങ്കിൽ അൺലിമിറ്റഡ് വാണ്ടഡ്, എക്കണോമിക്സിൽ പറഞ്ഞതുപോലെ അൺലിമിറ്റഡ് വാണ്ടഡ്, അനുസ്യൂതമുള്ള ആവശ്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ലിമിറ്റഡ് റിസോഴ്സസേ ഉള്ളൂ. വിഭവങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. കുറച്ച് കുട്ടികളെ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇത്രയും വലിയ മെഗാ യൂണിവേഴ്സിറ്റിയിൽ MSc ജിയോഗ്രഫി പഠിപ്പിക്കാൻ ആളില്ല, MSc ജിയോ ഇൻഫർമാറ്റിക്സ് പഠിപ്പിക്കാൻ ആളില്ല. അതാണ് നിലവിലെ അവസ്ഥ. MA റഷ്യൻ പഠിപ്പിക്കാൻ ആളില്ല. നിലവിലെ അവസ്ഥ അതാണ്. നിലവിലെ അവസ്ഥ അതാണ്. അപ്പൊ ഇന്ത്യയിൽ പഠിപ്പിക്കാൻ ആളില്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ ഈ കോഴ്സുകൾ കൊടുക്കുന്നത്. നാട്ടിലുള്ള എംടെക്കുകാരുടെ അവസ്ഥ അറിയാമല്ലോ. എംടെക്കുകാരെ പഠിപ്പിക്കുന്നത് അവരെടുത്തിട്ടുള്ള ബ്രാഞ്ചിലെ ആളല്ല, അതേ വിഷയത്തിലെ ആളല്ല, ആരെയൊക്കെയോ വെച്ച് പഠിപ്പിക്കുന്നു. അവരാ പ്രൊസീജിയേഴ്സ് ഒക്കെ ഓക്കെ ആണോ എന്ന് നോക്കുന്നു. അത്രമാത്രമേ അവർക്ക് നോക്കാൻ കഴിയുകയുള്ളൂ. പഠിക്കുന്ന കുട്ടി പഠിച്ച വിഷയമല്ല പഠിപ്പിക്കുന്ന അധ്യാപകർ എംടെക്കിൽ അവിടെ ഉള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ന്യൂ ജനറേഷൻ കോഴ്സസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI വന്നല്ലോ. ഈ AI ആര് പഠിച്ചു? BA-യിലെ AI ഉണ്ടോ? BSc-യിലെ AI ഉണ്ടോ? MA-യിലെ AI ഉണ്ടോ? MSc-യിലെ AI ഉണ്ടോ? MBA-യിലെ AI ഉണ്ടോ? MTech-ലെ AI ഉണ്ടോ? ഇല്ല. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ലോകത്തിലാണ് നമ്മൾ എല്ലാവരും. നമ്മുടെ നാട്ടിൽ ക്യാമറ അടക്കമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഫോർമൽ എഡ്യൂക്കേഷൻ മറ്റു പലതിൽ നിന്ന് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ വന്നപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയും വേറെ ഒരു മാർഗത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. അപ്പൊ ഫോർമൽ എഡ്യൂക്കേഷൻ, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ വന്നത്. നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആദ്യമായി കൊണ്ടുവന്നത് ഈ ബ്ലാക്ക് ബോർഡ്, BBB, ബ്ലാക്ക് ബോർഡ് പോളിസി നമ്മളുടെ ഇടയിൽ വന്നു. ചോക്ക് പീസ് ബ്ലാക്ക് ബോർഡ്, അതായത് റാന്തലം പിടിച്ച് സാക്ഷരതാ പരിപാടികൾ, സാക്ഷരതയിലൂടെ. അങ്ങനെ സാക്ഷരതയിലൂടെ വരുന്നതിനാണ് തുടർ പഠന കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്നു. തുടർ പഠന കേന്ദ്രങ്ങൾ സാക്ഷരതാ പ്രവർത്തനത്തിന്റെ. അങ്ങനെ വന്ന് അവസാനം അത് 10ാം ക്ലാസ് വരെ സാക്ഷരത വ്യക്തി. ആദ്യം 4ാം ക്ലാസ് വരെ സാക്ഷരത ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് 10ാം ക്ലാസ് വരെ സാക്ഷരത വന്നു. 10ാം ക്ലാസ് വരെ സാക്ഷരത വന്നതിന് ശേഷം പിന്നെ അത് തുടർ പഠന കേന്ദ്രം, ഇക്വലൻസി എക്സാമിനേഷൻ എന്നുള്ള ലെവലിൽ നമുക്ക് ഈ തുടർ പഠനങ്ങൾ, നമുക്ക് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് ആണ് ഇപ്പൊ ഇക്വലൻസി എക്സാമിനേഷൻസ് നടത്തി തരുന്നത്. അതും നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ ഫോർമൽ എഡ്യൂക്കേഷൻ, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ UGC ഇപ്പോൾ പുതിയ റൂൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യയിലെ എല്ലാവരും ഓൺലൈൻ എഡ്യൂക്കേഷൻ ചെയ്താലും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് പോലെ റെഗുലർ കോഴ്സിന് തുല്യമാണ് എന്നുള്ള ഒരു ചട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പോ നമ്മുടെ ഫോർമൽ എഡ്യൂക്കേഷൻ അതേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ്, അതേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓൺലൈൻ പ്രോഗ്രാമുകൾ നമുക്ക് അംഗീകരിക്കപ്പെട്ടതാണ് എന്നുള്ള ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതെല്ലാം ഒന്നാണ്, ഈക്വലാണ്, ഒരു സംശയവുമില്ല. ഉദാഹരണം വേണമെങ്കിൽ പെട്ടെന്ന് ഒരു ഉദാഹരണം പറഞ്ഞു തരാം. 10ാം ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ കേരള സിലബസിൽ പഠിക്കുമ്പോൾ 10 വിഷയമാണ് പഠിക്കുന്നത്. 10 വിഷയം. അതേ 10ാം ക്ലാസ് നമ്മൾ അതിൽ പഠിക്കുന്നത് സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്.
അതേ സാധനം CBSE സ്കൂളിൽ നമ്മൾ പഠിക്കുന്നത് വെറും 6 സബ്ജക്ട് മാത്രം വെച്ചുകൊണ്ട് മെട്രിക്കുലേഷൻ എന്നാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ മെട്രിക്കുലേഷൻ. അപ്പൊ ആ SSLC 6 സബ്ജക്ട് ഉള്ള SSLCയും 10 സബ്ജക്ട് ഉള്ള നമ്മുടെ SSLCയും ഒന്നാണ്, ഒരുപോലെയാണ്. നമ്മുടെ +2 അതേ സാധനം കേരളത്തിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, അതേ സാധനം കർണാടകയിലെ PUC പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സ്. നമ്മൾ മുമ്പ് PDC ഉണ്ടായിരുന്നു, പ്രീ ഡിഗ്രി കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രീ ഡിഗ്രിക്കാരനാണ്. അങ്ങനെ പ്രീ ഡിഗ്രിക്കാരുണ്ടായിരുന്നു. അത് തന്നെ ഇപ്പൊ 5 സബ്ജക്ട് ഉള്ള NIOSും ഉണ്ട്, 5 സബ്ജക്ട് ഉള്ള CBSEയും ICSEയും ഉണ്ട്. സീനിയർ സെക്കൻഡറി, നമ്മളത് ഹയർ സെക്കൻഡറിക്ക് ശേഷം ഉള്ളത്. പക്ഷെ 5 സബ്ജക്ട് ഉള്ളതും 6 സബ്ജക്ട് ഉള്ളതും എല്ലാം തുല്യമാണ്. അതുപോലെ നമ്മുടെ നാട്ടിലെ BTech, തമിഴ്നാട്ടിലെ BE, നമ്മുടെ നാട്ടിൽ MA ജിയോഗ്രഫി, നമ്മുടെ നാട്ടിലെ ഇവിടെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയിലെ MA ജിയോഗ്രഫി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ MSc ജിയോഗ്രഫി, രണ്ടും ഒന്നാണ്. MTech നമ്മുടെ നാട്ടിൽ, കർണാടകയിലെ ME, രണ്ടും ഒന്നാണ്. MBBSും BAMSും BHMSും BUMSും എല്ലാം തന്നെ ആയുഷ് അതുപോലെ തന്നെ അലോപ്പതി മേഖലയിലെ തുല്യ പദവിയുള്ള ഡോക്ടർ പ്രോഗ്രാമുകളാണ്. അതുപോലെയാണ് ഇപ്പോൾ ഉള്ളത്, എല്ലാം ഒരേപോലെ ഈക്വൽ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുന്നു നമ്മൾ. അപ്പൊ ഈക്വൽ ആണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒന്നാമത്തെ പോയിന്റ് ഇനി നിങ്ങൾ എഴുതിയെടുക്കുക. നമ്മൾ ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗും ഓൺലൈൻ ലേണിംഗും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ താഴെ പറയുന്ന 10 കാര്യങ്ങൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിട്ട് പോകുന്നു. ഈ 10 എണ്ണത്തിലും ODL എങ്ങനെയാണ്, OL എങ്ങനെയാണ്, ODL എങ്ങനെയാണ്, OL എങ്ങനെയാണ്, ODL എങ്ങനെയാണ്, OL എങ്ങനെയാണ്, അതാണ് നമ്മുടെ ചിന്ത. അതുകൊണ്ട് തന്നെ ഏതാണ് നല്ലത് ഏതാണ് മോശം എന്ന് മുബാറക് മാസ്റ്റർ പറയില്ല. പക്ഷെ IGNO 3 തരം കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. ആ 3 തരത്തിൽ ഒരെണ്ണം കെങ്കേമമാണ്, മറ്റൊന്ന് കേമമാണ്, മറ്റൊന്ന് ഓക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കഞ്ഞി കുടിക്കാം, ഊണ് കഴിക്കാം, സദ്യ ഒരുക്കാൻ എത്രത്തോളം അതിന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടോ, എത്രത്തോളം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഊണിന് ഒരു 2 കറിയും ഒരു സാമ്പാറും അല്ലെങ്കിൽ ഒരു രസവും കൂട്ടിയിട്ടുള്ള ഒരു ഊണ്, ഒരു കഞ്ഞി പപ്പടം, കഞ്ഞി പുഴുക്ക്, കഞ്ഞി ചമ്മന്തി, കഞ്ഞി അച്ചാറ്, അങ്ങനെ എന്ത് വേണമെങ്കിലും, അല്ലെങ്കിൽ വെറും കഞ്ഞി, ഓക്കെ, അങ്ങനെയുണ്ട്. അപ്പൊ അത് നമുക്ക് ഏത് വേണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അത് നമ്മളുടെ ക്വാളിറ്റി അനുസരിച്ച് നമ്മുടെ നീഡ് ബേസ്ഡ് ആണ്. അപ്പൊ ഈ 10 കാര്യത്തിൽ ഒന്ന് അവൈലബിലിറ്റി. ആദ്യമേ ഞാൻ പറഞ്ഞത് അവൈലബിലിറ്റി ആണ്, ലഭ്യത അനുസരിച്ച് തന്നെയാണ് അവൈലബിലിറ്റി. നമ്പർ 1 എഴുതിയെടുത്തോളൂ. നമ്പർ 2 ഇന്ററാക്ഷൻ, ലേണറും ട്യൂട്ടറും തമ്മിൽ, അല്ലെങ്കിൽ ടീച്ചറും സ്റ്റുഡന്റും തമ്മിലുള്ള, പരമ്പരാഗത രീതിയിൽ അതാണല്ലോ, ടീച്ചറും സ്റ്റുഡന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ, ലേണറും ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള ഇന്ററാക്ഷൻ, അത് എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ നോക്കുന്നു. അധ്യാപക വിദ്യാർത്ഥി ബന്ധം എന്ന് നമുക്ക് മെത്തഡോളജിയിൽ പറയാം. ഡ്യൂറേഷൻ, ഇതിന്റെ കാലഘട്ടം, ഏത് സമയത്ത് റെഗുലർ ക്ലാസ്സുകൾ നമ്മൾ പോകുമ്പോൾ 9 മണി മുതൽ 5 മണി വരെ. ഞായറാഴ്ച വന്നിട്ട് ലൈബ്രറിയിൽ എനിക്കൊന്ന് ഒരു ബുക്ക് വേണമെന്ന് ചോദിച്ചാൽ പറ്റുമോ? പറ്റില്ല. ഉച്ചക്ക് നട്ടപ്പാതിരക്ക് അല്ലെങ്കിൽ ഉച്ച സമയത്ത് വന്നിട്ട് ലൈബ്രറിയിൽ എനിക്ക് ഇന്നൊരു ബുക്ക് തരുന്ന പറഞ്ഞാൽ ഇപ്പൊ ലഞ്ച് ബ്രേക്കാണ്, ക്ലോസ്ഡ്. പക്ഷെ IGNO പോലുള്ള സ്ഥാപനങ്ങൾ ഓപ്പൺ. അത് എന്തുകൊണ്ട് ഈ ഓപ്പൺ എന്നുള്ളത് നമുക്ക് നിർബന്ധമായും ഡിസ്കസ് ചെയ്യേണ്ടതാണ്. പിന്നെ ഡ്യൂറേഷൻ, സമയം, ഡ്യൂറേഷൻ, കാലഘട്ടം, കാലാവധി, ഡ്യൂറേഷൻ. മറ്റൊന്ന് സ്കോപ്പ്, നമുക്ക് എത്രത്തോളമാണ് അതിനുള്ള സാധ്യതകൾ, ആ ഒരു സ്കോപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് 5ാമത്തത് റിക്കഗ്നിഷൻ, അംഗീകാരം. റിക്കഗ്നിഷൻ, ഇതിനുള്ള റിക്കഗ്നിഷൻ. ഈ റിക്കഗ്നിഷനിൽ തന്നെ ഒന്ന് പേപ്പർ റിക്കഗ്നിഷൻ ഉണ്ട്, മറ്റൊന്ന് മാനുവൽ റിക്കഗ്നിഷൻ, നിയമത്തിലുള്ള റിക്കഗ്നിഷൻ ഉണ്ട്, അംഗീകാരം. ഓക്കെ, നിയമത്തിലുള്ള അംഗീകാരമുണ്ട്. അതുപോലെ തന്നെ മനുഷ്യർ അംഗീകരിക്കുന്ന
മാനുവലി അംഗീകരിക്കുന്ന ആ ഒരു അംഗീകാരവും ഉണ്ട്. മറ്റൊരു സംഭവം ഇന്റൻഷൻ. നമുക്ക് എങ്ങനെയാണ് അത് വേണ്ടത്, ഏത് അർത്ഥത്തിലാണ് അത് വേണ്ടത്, എന്തുകൊണ്ടാണ് വേണ്ടത്, അതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇന്റൻഷൻ. അതിലെ ഈ സ്റ്റാർട്ടിംഗ് ലെവൽ എങ്ങനെയാണ്, അതിന്റെ മിഡ് ലെവൽ എങ്ങനെയാണ്, അതിൽ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്. അതുപോലെ തന്നെ ജോബ് പ്രോസ്പെക്ടസ്, അതാണ് വാക്ക് കേട്ടോ, ജോബ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങളുടെ ഭാവി എന്ത് എന്നുള്ളതിനെ സൂചിപ്പിക്കുകയാണ് പ്രോസ്പെക്ടസ്. ഇനി എന്ത് ഭാവി എന്നുള്ളതാണ് വാട്ട് ഇൻ ഫ്യൂച്ചർ, അതാണ് പ്രോസ്പെക്ടസ് എന്ന വാക്കിന്റെ ഒറിജിനൽ അർത്ഥം. അപ്പൊ ഇന്റൻഷൻ, ജോബിനുള്ള ഇന്റൻഷൻ, സ്റ്റാർട്ടിംഗ് ലെവലിലുള്ള ഇന്റൻഷൻ, അത് എന്താണ് എന്ന്. പിന്നെ ലൊക്കാലിറ്റി ഓർ ലൊക്കേഷൻ, ഈ ഏഴാമത്തെ പോയിന്റ് നമുക്ക് ലൊക്കേൽ ഓർ ലൊക്കേഷൻ ഓർ ലൊക്കാലിറ്റി എന്നുള്ളത് നമുക്ക് പറയാം. 8 കോസ്റ്റ് കൺസിഡറേഷൻ, അതിനുള്ള മൂല്യം, നമുക്ക് ലഭ്യമാകുന്ന മൂല്യം, നമ്മൾ കൊടുക്കുന്ന മൂല്യവും അത് തരുന്ന മൂല്യവും, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. മറ്റൊന്ന് ടാർഗറ്റ് ക്ലയൻസ്, ആരെയാണ് ഇത് ഉന്നം വയ്ക്കുന്നത് എന്നുള്ളത്. ഹോമോജീനിയസ് ഗ്രൂപ്പിനെയാണോ ഹെറ്ററോജീനിയസ് ഗ്രൂപ്പിനെയാണോ ഉന്നം വയ്ക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഫോർമൽ ക്ലാസ് മുറികളിൽ, നമ്മുടെ ഔദ്യോഗികമായ ക്ലാസ് മുറികളിൽ കുട്ടികളൊക്കെ ഏത് സ്വഭാവത്തിലുള്ളവരായിരിക്കും? അവരുടെ മാനസിക സ്വഭാവം അല്ലട്ടോ ഞാൻ പറയുന്നത്, അവരുടെ പ്രകൃതം എല്ലാം 18 വയസ്സ്, എല്ലാം 19 വയസ്സ്, എല്ലാം 20 വയസ്സ്, ഹോമോജീനിയസ് ഗ്രൂപ്പ് ആയിരിക്കും. 1-2 കുട്ടികൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ +2 പഠിക്കുമ്പോൾ എനിക്ക് വയസ്സ് 18, +2 പഠിക്കുമ്പോൾ. കാരണം 3 കൊല്ലം പഠനം മതിയാക്കി മിണ്ടാതിരുന്നവനാണ്. പിന്നീടാണ് ഇപ്പൊ ഈ വയസ്സാം കാലത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ MA മലയാളം പഠിക്കുന്നത് അത് ആ ഒരു വർക്കൗട്ട് നടക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഇതാണ് സംഭവം, എങ്ങനെ വേണം എന്നുള്ളത്. അപ്പോ ഒരേ ഗ്രൂപ്പിൽ ഒരേ പ്രായത്തിൽ ഉള്ളവരാണ് റെഗുലർ ക്ലാസ്സുകളിൽ ഉണ്ടാകുക, ഹോമോജീനിയസ് ഗ്രൂപ്പ്. പക്ഷെ നമ്മൾ പോലുള്ള ഇഗ്നോ പോലുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ, പഠിക്കുന്നവരെല്ലാം ഹെറ്ററോജീനിയസ്, വിഭിന്ന പ്രായത്തിലുള്ളവരാണ്. അവിടെ 17 വയസ്സുകാരൻ, 18 വയസ്സുകാരൻ, 19 വയസ്സുകാരനുണ്ട്, 91 വയസ്സുകാരനും ഉണ്ട്, 100 വയസ്സിന് കഴിയുമെങ്കിൽ 100 വയസ്സുകാരനും ഉണ്ട്. ഓക്കെ, അതെല്ലാം നല്ല ഭംഗിയായി ചിട്ടയായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ്. പിന്നെ ടാർഗറ്റ് ക്ലയൻസ്, നമ്മൾ ഏത് തരം ആളുകളെയാണ് സമീപിക്കുന്നത്, ആരെയാണ് ഉന്നം വെക്കുന്നത് എന്ന്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് റിലയൻസ്, അതിന്റെ വിശ്വസനീയത. റിലയൻസിനോടൊപ്പം റിലവൻസും കൂടി നമുക്ക് പറയാം. ആ റിലവന്റ് ആയിട്ടുള്ളത് എക്സ്പീരിയൻസ് ലെവൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഓൺലൈൻ പ്രോഗ്രാമിനെ പറ്റി പറയാം. അധികവും ഓൺലൈൻ പ്രോഗ്രാം ചെയ്യുന്നവർ ആരാണ്? നേരിട്ട് വരാൻ കഴിയാത്തവർ. അതിൽ 99% ആരാണ്? ഗൾഫിലുള്ളവരാണ്. ഓൺലൈൻ, ഇതിൽ ഏതാണ് നല്ലത് എന്ന് ഞാൻ പറയാൻ നിൽക്കുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഓൺലൈൻ, പക്ഷെ എല്ലാറ്റിനും അംഗീകാരമുണ്ട് എന്ന് UGC പറയുന്നു. ഇൻ റെക്കോർഡ് പേപ്പറിൽ ആ നിയമം ഉണ്ട്, പക്ഷെ പ്രാക്ടിക്കലില് ആ നിയമം സ്വായത്തമാക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, ഫുള്ളി ഓൺലൈൻ ആണ് ഓൺലൈൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ. അഡ്മിഷൻ ഓൺലൈനില്, ക്ലാസ് ഓൺലൈനില്, എക്സാമിനേഷൻ ഓൺലൈനില്, അതുപോലെ തന്നെ ചോദ്യോത്തരങ്ങള് ഓൺലൈനില്. അതെങ്ങനെയാ പക്ഷേ ചോദ്യോത്തരങ്ങൾ ഓൺലൈനില് അത് മെത്തേഡ് പറഞ്ഞു തരാം. അതിനുള്ള ഇതിന്റെ ക്ലാസ്സുകൾ കൊടുക്കുന്നത് ഓൺലൈനില്, പരീക്ഷ നടത്തുന്നത് ഓൺലൈനില്, ഇവാലുവേഷൻ നടത്തുന്നത് ഓൺലൈനില്. അപ്പൊ അംഗീകാരവും കൂടി ഓൺലൈനില് ആണോ? അതൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അത് ആവശ്യപ്പെടുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, നമ്മുടെ ഇന്ത്യ കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കേരളം കഴിഞ്ഞാൽ, ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന ഒരു മേഖലയാണ് ഓൺലൈൻ പ്രോഗ്രാം. എന്റെ വാക്കുകൾ കേൾക്കുന്ന വിദേശത്തുള്ളവർ, അന്യ സംസ്ഥാനത്തിലുള്ളവർ നിർബന്ധമായും മനസ്സിലാക്കുക, നിങ്ങൾ ചതിക്കുഴികളിൽ പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. ചതിക്കുഴിയിൽ പെടാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വിർച്വൽ എൻവയോൺമെന്റ് ആണ്. ഇപ്പൊ എന്റെ ഈ മുറിയെ വേണമെങ്കിൽ ഞാൻ വേറെ ഒരു സോഫ്റ്റ്വെയർ, ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കടൽ തീരത്തിരുന്ന് ക്ലാസ് എടുക്കുന്നത് പോലെ പറയാം, അല്ലെങ്കിൽ ഞാൻ ഒരു കൊട്ടാരത്തിൽ ഇരുന്നുള്ളത് പോലെ പറയാം. എത്രയോ സിനിമകൾ, സത്യത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല.
കടലിൽ വെച്ചൊക്കെ കടലിൽ യുദ്ധം നടക്കുന്നത് പോലെയൊക്കെയാണ് ചിത്രീകരണം. പക്ഷെ കടലിലെ ഒരു വെള്ളത്തിന്റെ ഒരു അംശം പോലും കണ്ടിട്ടില്ല എന്നാണ് അതിന്റെ ഡയറക്ടർമാര് അഭിമുഖത്തിൽ പറയുന്നത്. അത് വിർച്വൽ ആയിട്ടാണ്, ഒരു കൃത്രിമ രീതിയിൽ ഒന്ന് സൃഷ്ടിക്കുകയും അങ്ങനെയുള്ളതിൽ നിന്ന് നമ്മൾ അവർ എന്തൊക്കെയോ ഒരു തമിഴില് சொல்லணும்னா മജായിക്கிறாங்கன்னு சொல்லலாம். കലക്കറാങ്കട, കലായിക്കറാങ്കട, മജായിക്കറാങ്കട ഒരു അട്ടഹാസം ചെയ്ത് അങ്ങനെ വിടുക. അങ്ങനെ ഒരു വിർച്വൽ പ്ലാറ്റ്ഫോം ചെയ്തിട്ടാണ് അവിടെ ഉള്ള രീതി. പിന്നെ ഇതിൽ ക്ലാസ്സുകൾ നൽകുന്നത് മൂഡിൽ റെക്കോർഡഡ് ക്ലാസ്സസ്. റെക്കോർഡഡ് ക്ലാസ്സസിന്റെ ഒരു പ്രത്യേകത എന്താ? ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചു, ഇതെടുത്ത് അയാൾക്ക് ഇട്ട് കൊടുത്തു, ഇതെടുത്ത് അയാൾക്ക് ഇട്ട് കൊടുത്തു, ഇതെടുത്ത് അയാൾക്ക് ഇട്ട് കൊടുത്തു. വേറെ ഒന്നും കൂടിയുണ്ട്, നമ്മൾ ഊർജ സംരക്ഷണ നിയമം പണ്ട് പഠിച്ചിട്ടുണ്ട്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഒരു ഊർജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല, അല്ലെ? അതിനെ രൂപാന്തരപ്പെടുത്താൻ കഴിയും, ഒരു ഊർജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ നമുക്ക് കഴിയില്ല. പക്ഷെ രൂപാന്തരപ്പെടുത്തി നമുക്ക് വേറെ പലതുമാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോ മൂഡിൽ എന്നുള്ള ഒരു മെത്തേഡിലൂടെ, റെക്കോർഡഡ് ക്ലാസ്സസിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള ആശയവിനിമയം നടത്താവുന്നതാണ്. പിന്നെ ബുക്സ് ഉണ്ട്. അവിടെ ഇലക്ട്രോണിക് ബുക്സ് ആണ്, വിർച്വൽ ബുക്കാണ്, ഇലക്ട്രോണിക് ബുക്സ് ആണ്, അഥവാ ഇ ബുക്സ് ആണ്. അപ്പൊ മൊബൈലിൽ ചാർജ് ഇല്ലെങ്കിൽ പോയി, കറണ്ട് ഇല്ലെങ്കിൽ തീർന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ബുക്ക് കത്തിപ്പോയാലോ എന്നുള്ള അതേ ഒരു അവസ്ഥയിലേക്കാണ് അവിടെ മൊബൈലിൽ ഇല്ലെങ്കിൽ. അപ്പൊ ഈ ബുക്ക് എന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ ഇടയിലുണ്ട്. ലേണിംഗ് എന്നുള്ളത്, പഠനം എന്നുള്ളത് പൂർണ്ണമായും ഇവിടെ ഡിജിറ്റൽ ലേണിംഗ് ആണ്. ഡിജിറ്റൽ ലേണിംഗ് എന്ന് പറഞ്ഞാല് കാണാനുള്ളത്, കേൾക്കാനുള്ളത്. ഇപ്പൊ എന്റെ ഈ വീഡിയോ ഞാനിപ്പോ എടുക്കുന്നത് ഒരേ സമയത്ത് 2 തരത്തിൽ വേണമെങ്കിൽ എനിക്ക് റെക്കോർഡ് ചെയ്യാം. ഒരു സ്ക്രീൻ ക്യാപ്ചർ എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നതെല്ലാം തന്നെ നിങ്ങൾ ലൈവായി കേൾക്കുന്നു, അത് ഒരു രീതി. മറ്റൊന്ന്, ഈ കേൾക്കുന്നതിന് ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. ആ റെക്കോർഡ് ചെയ്ത് വെച്ചതും ഇതും വർഷങ്ങളോളം, ഇനി ഞാൻ മരിച്ചാലും ഈ ലോകത്തെ ഈ ഒരു സിസ്റ്റം, യൂട്യൂബ് എന്നുള്ള സിസ്റ്റം ഉള്ളിടത്തോളം കാലം എന്റെ ഈ എനർജി അവിടെ ഇങ്ങനെ കിടക്കും. എന്ന് പറഞ്ഞാൽ പണ്ട് മഹാന്മാർ സംസാരിച്ചത്, അത് വോയിസ് എന്ന് പറയുന്നത്, വേവ് എന്ന് നോയ്സ്, വോയിസ് എന്നൊക്കെ പറയുന്നത് ശബ്ദം എന്ന് പറയുന്ന ഊർജം, അതിനെ നശിപ്പിക്കാൻ നമുക്ക് കഴിയില്ല, നിർമ്മിക്കാനും കഴിയില്ല. അത് ലോകം മുഴുവനും. അപ്പൊ ഈ ലോകത്ത് ഇതുവരെ ഉള്ള ആളുകൾ സംസാരിച്ചതെല്ലാം ഈ അന്തരീക്ഷത്തിൽ ഉണ്ട്. അതിന് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും, അതിന് വേറെ രൂപത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഡിജിറ്റൽ ലേണിംഗ് പല രൂപാന്തരത്തിൽ നമുക്കുണ്ട്. അത് ഒരുപാട് ഗുണമുണ്ട്, പക്ഷെ ഒരുപാട് ദോഷങ്ങളും അതിന്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ കറസ്പോണ്ടൻസ് എല്ലാം തന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഓൺലൈൻ കറസ്പോണ്ടൻസ് ആണ്. ഇമെയിൽ, ഇലക്ട്രോണിക് മെയിൽ, ഇലക്ട്രോണിക് ബുക്ക്, ഇലക്ട്രോണിക് ലേണിംഗ്, അങ്ങനെയെല്ലാം ഈ എന്നുള്ള ഒരു ഇലക്ട്രോണിക് 0101ന്റെ ഒരു ബൈനറി സിസ്റ്റത്തിന്റെ വരുന്ന ഒരു അട്ടഹാസം, ഒരു കലായിക്കറാങ്ക് എന്ന് പറഞ്ഞതുപോലെ. മാത്രമല്ല ഇവിടെ ട്യൂട്ടർ വിത്ത് ഇമെയിലാണ് നമുക്ക് വരുന്നത്. പണ്ട് കറസ്പോണ്ടൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് സത്യത്തിൽ കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ കത്തിടപാട് എന്നാണ് അർത്ഥം. കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത് കത്തിടപാട് എന്നാണ് അർത്ഥം. അപ്പൊ ഒരു കൂട്ടം ആശയങ്ങൾ അങ്ങോട്ട് അയക്കുകയും അതിന്റെ ഉത്തരം ഇങ്ങോട്ട് അയക്കുകയും, ചോദ്യങ്ങളുടെ ബണ്ടൽ അങ്ങോട്ട് അയച്ചു കൊടുക്കുകയും അത് ഉത്തരമായിട്ട് ഇങ്ങോട്ട് അയക്കുകയും, കത്തിടപാടുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ അതനുസരിച്ച് ഇവിടെ മാർക്കുകൾ, അറ്റൻഡൻസ് മാർക്കുകൾ എല്ലാം തന്നിട്ട് നിങ്ങളെ വിജയിപ്പിക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ തമിഴ്നാട്ടിലെ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്, സാറ് എനിക്ക് കറസ് കിടക്കുമാ, എനിക്ക് കറസിൽ ഒരു അഡ്മിഷൻ താങ്ങേ, MA സൈക്കോളജി കറസ് താങ്ങേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കറസ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ സിസ്റ്റം ഒന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ എല്ലാം ഓൺലൈൻ മെത്തേഡ്, ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മെത്തേഡ്. ഈ 2 മെത്തേഡ്, മൊത്തം ഇഗ്നോ 3 മെത്തേഡിൽ തരുന്നുണ്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വീണ്ടും ഞാൻ ആവശ്യപ്പെടുന്നു. നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള അഡ്മിഷൻസ് കിട്ടാൻ ഈ തന്നിരിക്കുന്ന മെസ്സേജിൽ ഞാൻ പറഞ്ഞതുപോലെ കൃത്യമായി താങ്കൾ ഇവിടെ വാട്സപ്പ് ചെയ്താൽ മതി. താങ്കൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും വാട്സപ്പിൽ കൃത്യമായി താങ്കൾക്ക് ലഭിക്കുന്നതായിരിക്കും. വാട്സപ്പിൽ കിട്ടിയാൽ അതേപോലെ വാട്സപ്പിൽ താങ്കൾക്ക് ഉത്തരം കിട്ടും. താങ്കൾക്ക് അഡ്മിഷന് വേണ്ട എല്ലാ ഹെൽപ്പും ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് പരിപൂർണമായി താങ്കൾക്ക് കിട്ടും എന്ന് ഉറപ്പിക്കുക. ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും വകവയ്ക്കാതെ പ്രഗത്ഭരായ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങൾക്ക് ക്ലാസുകൾ തരുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അത് ഓൺലൈൻ വേണോ ODL വേണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. പക്ഷെ അതിൽ ഏറ്റവും മികച്ചത് ഒന്നാണ്, എല്ലാം മികച്ചതല്ല. ദ ബെസ്റ്റ് ഉണ്ട്,
ബെറ്റർ ഉണ്ട്, ഗുഡ് ഉണ്ട്. നമുക്കറിയാലോ, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ബെസ്റ്റിൽ തന്നെ ദ ബെസ്റ്റ് ആണ് ഞാൻ പറയുന്നത്. ആ നല്ലത്, നല്ലത് എ നല്ലത്, ബി നല്ലത്, സി നല്ലത്, ഡി നല്ലത്, അതിൽ ഏറ്റവും നല്ല ആ നല്ലതാണ് ഞാൻ പറഞ്ഞു വരുന്ന ദ ബെസ്റ്റ് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. ODL മെത്തഡോളജി ഓപ്പൺ ആണ്, ഡിസ്റ്റൻസ് ആണ്, ലേണിംഗ് ആണ്. അപ്പൊ അത് ക്ലോസ്ഡ് അല്ല. നമ്മുടെ നാട്ടിലുള്ളതെല്ലാം ക്ലോസ്ഡ് ആണ്. രാത്രി 12 മണിക്ക് എണീറ്റിട്ട് ഇഗ്നോയിൽ എനിക്കൊരു അഡ്മിഷൻ വേണേ എന്ന് നിങ്ങൾ തുള്ളിച്ചാടുന്നു. അഡ്മിഷൻ എടുക്കാം. ഞാൻ ഉണർന്നിട്ടില്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചു തന്നാൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പോയിരുന്നിട്ട് ചെയ്യാം. പക്ഷേ എനിക്കൊരു അഡ്മിഷൻ വേണേ എന്ന് പറഞ്ഞിട്ട് വിക്ടോറിയ കോളേജിൽ പോയിട്ട് ചോദിക്കാൻ പറ്റുമോ? ഒരിക്കലും അത് ചോദിക്കാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ് ഈസ് ക്ലോസ്ഡ്. ഇനി ഇവിടുന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ, 10 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കിട്ടണം എന്ന് നിങ്ങൾക്ക് വാശിയുണ്ട് എന്ന് കരുതുക. 10 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അത് അന്വേഷിച്ചാൽ ഇവിടെ ODL മെത്തേഡിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷേ നമ്മൾ മഹാരാജാസ് കോളേജിൽ പോയിട്ട് എനിക്ക് 10 കൊല്ലത്തെ ചോദ്യ പേപ്പർ ഇപ്പൊ വേണമെന്ന് ചോദിച്ചാൽ ആദ്യം കിട്ടുന്ന മറുപടി ചീഫ് ലൈബ്രറിയൻ 1 മാസത്തേക്ക് ലീവാണ്, അല്ലെങ്കിൽ മറ്റേ അധ്യാപകന്റെ കയ്യിലാണ് താക്കോൽ, അല്ലെങ്കിൽ ഇന്ന മെനിയൽ വരട്ടെ, അവരാണ് അത് തുറന്നു തരേണ്ടത്, എനിക്കിതൊക്കെ ഇങ്ങനെ നോക്കാനുള്ളതാണ് അധികാരം എന്നൊക്കെ പറഞ്ഞുള്ള പല തരത്തിലുള്ള ന്യായവാദങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ഓൺലൈനും ഓഫ്ലൈനും എന്തൊക്കെയാണ് എന്നുള്ളതിന്റെ അതിന്റെ കൊണ്ട് നടത്തുന്ന ആളുകളുടെ പ്രത്യേകതയാണ് ഈ മോശം പ്രക്രിയ വരുന്നത്. സത്യത്തിൽ സിസ്റ്റം ഈസ് ഗുഡ്, സിസ്റ്റംസ് വിച്ച് ഈസ് ഗുഡ്, ഒരു സംശയമില്ല, അത് ബെസ്റ്റ് തന്നെയാണ്. പക്ഷെ അത് ഹാൻഡിൽ ചെയ്യുന്ന വിധമാണ്. നിങ്ങൾ എങ്ങനെ ഇതിനെ മനസ്സിലാക്കുന്നു, ഞാൻ ഇതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു, മനസ്സിലാക്കിയാൽ പോരാ, അത് എങ്ങനെ വ്യാഖ്യാനിക്കുന്നു, അത് എങ്ങനെ ഉൾക്കൊള്ളുന്നു, അത് എങ്ങനെ പ്രയോഗത്തിൽ കൊണ്ടുവരുന്നു എന്നുള്ള അപ്ലിക്കബിലിറ്റിയാണ് ഇതിൽ ഏറ്റവും പ്രധാനമുള്ളത്. അതിനേക്കാൾ ഉപരി ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തിനാ? ഉപജീവന മാർഗത്തിനാണ്. ഉപരിപഠനം, കരിയർ എന്ന് പറഞ്ഞാൽ 2 വാക്കുണ്ട്. കരിയർ, കാരിയർ അല്ല കേട്ടോ, കാരിയർ അല്ല, കരിയർ എന്നാണ് അതിന്റെ സ്പെല്ലിംഗ്. CAREER, കരിയർ എന്നാണ്. പക്ഷെ അത് വായിക്കേണ്ടത് കരിയർ, കാരിയർ അല്ല കേട്ടോ. അത് വഹിക്കുന്ന ആൾ വേറെ. ഓക്കെ, ഇത് കരിയർ, കഴിയർ, 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 കഴിയർ. പക്ഷെ കഴിയർ എന്നാണ് എഴുതുക, കഴിയർ എന്നാണ് വായിക്കേണ്ടത്. കഴിയർ, കഴിയർ 2 എണ്ണമാണ്. ഒന്ന് ഉപരി പഠന മാർഗം, മറ്റൊന്ന് ഉപജീവന മാർഗം. ഉപരിപഠന മാർഗവും ഉപജീവന മാർഗവും 2ഉം കരിയർ തന്നെയാണ്. പക്ഷെ നമ്മൾ എല്ലാവരും പഠിക്കുന്നത് എന്തിനാണ്? ഭാവിയിൽ നല്ലൊരു ജോലി കിട്ടാൻ, ഭാവിയിൽ നല്ല രീതിയിൽ വേറെ ഒരു ലെവലിലേക്ക് എത്താൻ. ആ ലെവൽ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ജോലിയുടെ ലെവലായിരിക്കാം, ഒരു കുടുംബിനിയുടെ ലെവലായിരിക്കാം, ഒരു അമ്മയുടെ ലെവലായിരിക്കാം, ഒരു ഭാര്യ എന്നുള്ള ലെവലായിരിക്കാം, ഒരു അച്ഛൻ എന്നുള്ള ലെവലായിരിക്കാം, ഒരു ഭർത്താവ് എന്നുള്ള ലെവലായിരിക്കാം, ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള ലെവലായിരിക്കാം, ഒരു വില്ലേജ് ഓഫീസർ എന്നുള്ള ലെവലായിരിക്കാം, ഒരു ഭരണകർത്താവ് എന്നുള്ള, ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള അർത്ഥത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഗവർണർ എന്നുള്ള ഒരു അർത്ഥത്തിലായിരിക്കാം, ഇന്ത്യൻ പ്രസിഡന്റ് എന്നുള്ള ഒരു ലെവലിലായിരിക്കാം, അല്ലെങ്കിൽ ഹൈക്കോർട്ട് ജഡ്ജ് എന്നുള്ള ഒരു ലെവലിലായിരിക്കാം, ഏതെങ്കിലും ഒരു പദവിയിൽ നമ്മൾ നിൽക്കുന്നത്. അതിനെല്ലാം ഉള്ളതാണ് ഈ പഠനം. നമ്മൾ അറിവ് മറ്റുള്ളവർക്ക് കൃത്യമായ രീതിയിൽ വിളംബരം ചെയ്ത് അത് കൃത്യമായ രീതിയിൽ പ്രയോഗിക്കാൻ കഴിയുന്ന വ്യത്യസ്ത തൊഴിൽ ധർമ്മങ്ങളാണ് ഈ ഉപജീവന മാർഗത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനൊക്കെയാണ് നമ്മൾ സഹായിക്കുന്നത്. അപ്പൊ ഇവിടെ അവൈലബിൾ ഇൻ ഓൾ ലെവലാണ് ODL. ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയുന്നത് എല്ലാ ലെവലിലും ഉണ്ട്. 4ാം ക്ലാസ് വരെ നിങ്ങൾക്ക് പഠിക്കണോ? NIOS-ലുണ്ട്. 10ാം ക്ലാസ് വരെ പഠിക്കണോ? NIOS-ലുണ്ട്, അല്ലെങ്കിൽ സ്കോൾ കേരളയിലുണ്ട്. 12ാം ക്ലാസ് പഠിക്കണോ? NIOS-ലുണ്ട്, സ്കോൾ കേരളയിലുണ്ട്. ഡിഗ്രിക്ക് പഠിക്കണോ? നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഉണ്ട്. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും അതത് സംസ്ഥാനത്ത് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ടാകണം എന്നുള്ളതാണ് ചട്ടം. അത് പ്രാദേശികമായിട്ടുള്ളത്. അത് ഗവർണർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിൽ അവിടുത്തെ നിയമസഭ കൂടി ആ സംസ്ഥാനത്തിന്റെ ഓപ്പൺ യൂണിവേഴ്സിറ്റി, കേരള ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്, തമിഴ്നാട് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്, കർണാടക ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്. അങ്ങനെ പല ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അത് കൂടാതെ നാഷണൽ ലെവലിലുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ അവൈലബിലിറ്റി ഇൻ ഓൾ ലെവൽ. PhD, മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം റെഗുലർ ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് നിലവിലെ ചട്ടം.
അപ്പൊ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നാട്ടിൽ ഇഷ്ടം പോലെ തരികിട യൂണിവേഴ്സിറ്റികൾ, കുറെ തരികിട യൂണിവേഴ്സിറ്റി ഉണ്ട് കേട്ടോ. സി എന്നുള്ള പേരിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ല കേട്ടോ ഈശ്വരു, അത് എന്റെ പ്രിയപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, 3 കോഴ്സ് പ്രീ ഡിഗ്രി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. BSc മാത്സ്, B.Ed മാത്സ്, 4 MA എക്കണോമിക്സ്, അത്രയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആണ് ഞാൻ കൊണ്ട് നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെയല്ല, വേറെ സി എന്നുള്ള പേരില്, ആർ എന്നുള്ള പേരില്, ഷീഷാഷു എന്ന് പറയുന്ന ഒരു പേരില്, ഇപ്പൊ പുതിയതായിട്ട് ഒരു N എന്നുള്ള പേരിൽ ഒരു യൂണിവേഴ്സിറ്റി വരുന്നു. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതിന്റെ പ്രഷർ വല്ലാതെ വന്നിട്ട് അത് ഇനിയിപ്പോ കൊണ്ടുവരുന്നു എന്നാണ് ഇപ്പൊ പുതിയ ഒരു കണ്ടെത്തലുകൾ വന്നിരിക്കുന്നത്. ദയവ് ചെയ്ത് ഭരണകർത്താക്കളോട് അത് ഇല്ലാത്ത ഏക സംസ്ഥാനം കേരളമാണ് എന്നുള്ള അവാർഡ് നമുക്കിപ്പോ ഉണ്ട്. അതും കൂടി വന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലവാരം ദയവ് ചെയ്ത് തുലക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. അങ്ങനത്തത് നമുക്ക് വേണ്ട. വമ്പന്മാർക്കും കിങ്കരന്മാർക്കും കൊടുക്കാനുള്ളതല്ല കേരളത്തിന്റെ യുവത്വം എന്നുള്ളത് മനസ്സിലാക്കി അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളുടെ ചിന്തയിൽ നിന്ന് ദയവ് ചെയ്ത് പിന്തിരിയണം. ഇപ്പോൾ ഉള്ള യൂണിവേഴ്സിറ്റികൾ തന്നെ വളരെ ഗംഭീരമായിട്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരളത്തിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകോത്തര നിലവാരത്തോടു കൂടി കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അഡ്മിഷൻ നടക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നടക്കുന്നത് കേരളത്തിലാണ്, 3 റീജിയണൽ സെന്ററിലാണ് എന്നുള്ളതാണ് നമ്മെ ചിന്തിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു വസ്തുത എന്നുള്ളത്. അപ്പോൾ അവൈലബിലിറ്റി ഇൻ ഓൾ ലെവൽസ്, അതുപോലെ തന്നെ ഒറിജിനൽ കറസ്പോണ്ടൻസ് അതിന് ഓപ്പൺ ആണ്. ഏത് നട്ടപ്പാതിരക്ക് വേണമെങ്കിലും നമുക്ക് അതിൽ എന്തും ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കണോ, അധ്യാപകന്റെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ സമയത്ത് രാത്രി 12 മണിക്കടുത്ത് എനിക്കൊന്ന് ക്ലാസ്സിലേക്ക് പോകണം. ക്ലാസ്സിന്റെ ഓൾറെഡി ഗ്യാൻ ദർശൻ, ഗ്യാൻ വാണി, ഗ്യാൻ ധാര, അതുപോലെ തന്നെ സ്വയം പ്രഭ എന്നൊക്കെ UGC, NEPT, NCERT, NIOS, അതിലൊക്കെ കോർഡിനേറ്റർ പദവിയിൽ നിൽക്കുന്ന IGNO, ഇവരെല്ലാം നൽകുന്ന ഇഷ്ടം പോലെ ഡിജിറ്റലൈസ്ഡ് പ്രോഗ്രാമുകൾ നടക്കുന്നു. അതുപോലെ ഏത് പുസ്തകം നിങ്ങൾക്ക് വേണോ, 1 India 1 ലൈബ്രറി, മഹത്തായ ആശയമാണ്. ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന ലൈബ്രറിയിൽ പോയാൽ നമുക്ക് എല്ലാ ബുക്കുകളും ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക, ഡിജിറ്റൽ ഇന്ത്യ. ഏത് ലെവലിലുള്ള എഞ്ചിനീയറിംഗിന് ബുക്ക് വേണോ അതിന്റെ അകത്ത് ഫ്രീ ആയിട്ടുണ്ട്. 5.5 കോടി, ആലങ്കാരികമായി പറയുകയല്ല, കൃത്യമായിട്ടാണ് പറയുന്നത്. 5.5 കോടി പഠന വിഭവങ്ങൾ അഥവാ പുസ്തകങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറിയാണ് ഇന്ത്യയിലെ ഡിജിറ്റൽ ലൈബ്രറി, 1 India ലൈബ്രറി. എഴുതിയെടുത്തോളൂ. ഈ വാക്കുകൾ കേട്ടതിന് ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. ഡിജിറ്റൽ ലൈബ്രറി, ഡിജിറ്റൽ ഇന്ത്യ. ഓക്കെ, അത് ഇഗ്നോയുടെ സൈറ്റിൽ കൃത്യമായി നമുക്ക് ലഭ്യമാണ്. ഡിജിറ്റൽ ഇന്ത്യ 1 India 1 ലൈബ്രറി എന്നുള്ളത് കൃത്യമായി നമുക്ക് ലഭ്യമാണ്. അതിന്റെ അകത്ത് പല മേഖലയിലുള്ളത്, UP തലത്തിൽ വരെ, ഹൈസ്കൂൾ തലത്തിൽ, ഹയർ സെക്കൻഡറി തലത്തിൽ, കോളേജ് തലത്തിൽ, ആർട്സ് തലത്തിൽ, സയൻസ് തലത്തിൽ, കൊമേഴ്സ് തലത്തിൽ, മാനേജ്മെന്റ് തലത്തിൽ, ലോ ലെവലില്, ആർക്കിടെക്ട് ലെവലില്, എഞ്ചിനീയറിംഗ് ലെവലില്, മെഡിസിൻ ലെവലില്, മെഡിസിനിലെ തന്നെ പല വിഭാഗങ്ങൾ, പെയിന്റിംഗ് എന്നുള്ളതില്, പ്യുവർ സയൻസ് എന്നുള്ളതില്, ആർട്ടിഫിഷ്യൽ സയൻസ് എന്നുള്ളതില്, പ്യുവർ ആർട്സ് എന്നുള്ളതില്, ക്രിയേറ്റീവ് ആർട്സ് എന്നുള്ളതില്, ഇങ്ങനെ പല മേഖലയിലായിക്കൊണ്ട് നമുക്ക് ഏകദേശം 3.5 കോടിയോളം പുസ്തകങ്ങളുള്ള വളരെ വലിയ ഒരു പ്രസ്ഥാനമാണ് ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഇഷ്ടം പോലെ സംഗതികൾ നമുക്ക് ലഭ്യമാണ്. അതിൽ നിന്ന് നമുക്ക് ബുക്ക് എടുക്കാം, ഇപ്പൊ എടുക്കണം. അതൊക്കെ ODL, ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ആണ്. അത് ഓപ്പണുമാണ്, ഡിസ്റ്റൻസുമാണ്, എന്നാൽ അത് അടുത്തുമാണ്. എപ്പോ വേണമെങ്കിലും നമുക്ക് അതിന്റെ അടുത്തേക്ക് പോകാം, അതിന്റെ അടുത്തിൽ നിന്ന് വരാം. കുറച്ചു നേരം നിങ്ങൾക്ക് ഓൺലൈനിൽ ചെയ്യാം, കുറച്ചു നേരം ഫേസ് ടു ഫേസ് തരാം. ഇഗ്നോ അതിന് ചുക്കാൻ പിടിക്കുന്ന ഓരോ പ്രാദേശിക കേന്ദ്രങ്ങൾ അഥവാ റീജിയണൽ സെന്ററുകളിലും, റീജിയണൽ സെന്ററുകളുടെ കീഴിൽ 30-ൽ പരം ഓരോ പഠന കേന്ദ്രങ്ങൾ. ആ പഠന കേന്ദ്രങ്ങളെല്ലാം തന്നെ കേരളത്തിന്റെ കോളേജുകൾ തന്നെയാണ്. കേരളത്തിന്റെ, അല്ലാതെ ആകാശത്തിൽ നിന്ന് നമ്മൾ പ്രത്യേകം പൊട്ടിമുളപ്പിച്ചതൊന്നുമല്ല. കേരളത്തിന്റെ മഹത്തായ പാരമ്പര്യമുള്ള കോളേജുകൾ തന്നെയാണ്. ആ കോളേജുകളിലെല്ലാം മാറിവാനിയസ് കോളേജ് തിരുവനന്തപുരത്ത്, പിന്നെ നമുക്ക് കാത്തലിക് കോളേജ് പത്തനംതിട്ട, SN കോളേജ്
നമ്മുടെ കൊല്ലം, അതുപോലെ കണ്ണൂർ SN കോളേജ്, JDT ഇസ്ലാം, അതുപോലെ ഫറൂഖ് കോളേജ്, അൽ ഫറൂഖ് കോളേജ്, സനാതന കോളേജ് കാഞ്ഞങ്ങാട്, ഓക്കെ, കട്ടപ്പന, അതുപോലെ CMS കോട്ടയം, ഇതെല്ലാം ഇഗ്നോയ്ക്ക് അറിയപ്പെടുന്ന കേരളവർമ്മ കോളേജ്, PSMO കോളേജ്, ഇതെല്ലാം കേരളത്തിൽ അറിയപ്പെടുന്ന ഗംഭീരമായിട്ടുള്ള കോളേജുകളാണ്, പാരമ്പര്യമുള്ള കോളേജുകളാണ്. ആ കോളേജുകളിലുള്ള യഥാർത്ഥ അധ്യാപകരാണ് നമുക്ക് ക്ലാസ്സുകൾ തരുന്നത്. അവരുടെ വർക്കിംഗ് ടൈമിൽ അവിടെ വരുന്ന ഫോർമൽ സ്റ്റുഡന്റിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ നമ്മെ പോലുള്ള ODL അഥവാ ഇൻഫോർമൽ സ്റ്റുഡൻസിന് അവർ ക്ലാസ് എടുത്തു തരുന്നു. ഇന്ത്യൻ സിസ്റ്റത്തിൽ ഫോർമൽ സിസ്റ്റവും ഇൻഫോർമൽ സിസ്റ്റവും നോൺ ഫോർമൽ സിസ്റ്റവും എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് UGC നിഷ്കർഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്കും അവർക്കും വെവ്വേറെ പ്രത്യേകതകളൊന്നുമില്ല. എല്ലാവരും ഒരേ തൂവൽ പക്ഷികളാണ്, ഒരേ തൂവൽ പക്ഷികളാണ്. നമ്മുടെ അധ്യാപകർ മുമ്പേ പറന്ന പക്ഷികളാണ്, മുമ്പേ പറക്കുന്ന പക്ഷികളാണ്. അവർ നേരത്തെ പോയി കണ്ട് മനസ്സിലാക്കിയത് നമുക്ക് കൃത്യമായി പറഞ്ഞു തരുന്ന, കൈത്താങ് സ്കഫോൾഡിംഗ് തരുന്ന ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ്, ഫിസിക്കൽ കോപ്പി കിട്ടും, ടെക്സ്റ്റ് മെറ്റീരിയൽ കിട്ടും, ഇഗ്നോയുടെ ബുക്കുകൾ കിട്ടും, സ്റ്റഡി മെറ്റീരിയൽ കിട്ടും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ മെറ്റീരിയൽ കിട്ടും, ഓക്കെ, ഡിജിറ്റൽ മെറ്റീരിയൽ കിട്ടും, ബുക്ക് കിട്ടും, ഫിസിക്കൽ ബുക്ക് കിട്ടും. അത് പോരാ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയി നമ്മൾ സ്കൂളുകളിലൊക്കെ എന്താണ് ചെയ്യാറ്? സ്കൂളുകളിലെ അധ്യാപികയുടെ നോട്ട്, സ്കൂളിൽ തരുന്ന പുസ്തകം, അത് കൂടാതെ നമ്മുടെ പ്രിയപ്പെട്ട ലേബർ ഇന്ത്യ, സ്കൂൾ മാസ്റ്റർ, ഇത് കൂടാതെ വേറെ കുറെ പ്രസാധകരുടെ ഗൈഡുകൾ. ഞാനൊക്കെ BSc മാത്സ് പഠിച്ചപ്പോൾ ABC ബുക്ക് വാങ്ങിച്ചിട്ടാണ് പഠിച്ചിരുന്നത്. ABCയുടെ പിള്ള സാറിന്റെ ബുക്ക് എന്നാണ് പൊതുവെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ശ്രീധരൻ പിള്ളയോ പിള്ള സാറിന്റെ ബുക്ക് എന്നാണ് പറയുക. അതുപോലെ തന്നെ എരുമേലി പരമേശ്വരൻ നായരുടെ ബുക്ക്, TTCക്കൊക്കെ നമ്മൾ മനഃശാസ്ത്രത്തിന് പഠിക്കുന്നത്, അതൊക്കെ ഗൈഡുകളായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതൊക്കെ ജീവിതത്തിൽ എന്നും ഓർക്കുന്ന ചില പുസ്തകങ്ങൾ. അങ്ങനെയുള്ള റെഫറൻസ് മെറ്റീരിയൽ നിങ്ങൾക്ക് അഡീഷണൽ വേണോ? ആ റെഫറൻസ് മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ 7012461727 നമ്പറിലേക്ക് താങ്കൾക്ക് വാട്സപ്പ് ചെയ്താൽ, നിലവിൽ പഠനത്തിൽ 40% മാർക്ക് കിട്ടാൻ, 50% മാർക്ക് കിട്ടാൻ ഈസി ടു എൻട്രി, വളരെ ലഘുവായി, വളരെ ലാഘവത്തോടുകൂടി, എന്നാൽ സത്യസന്ധമായി സിസ്റ്റമാറ്റിക് ആയിട്ട് പരീക്ഷ എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടും. ഇന്നലെ പറഞ്ഞ വിഷയം വേറെയാണ് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് വേറെ ലെവലിലാണ്. ഇന്നലെ ഞാൻ കൂടുതൽ പറഞ്ഞത് സിസ്റ്റം ഈസ് ഓക്കെ, പക്ഷെ അതിന്റെ അകത്ത് കുറെ ക്രിമിനലുകൾ കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് അറിയണം. ആ ക്രിമിനലുകൾ കടന്നുകൂടിയിട്ടുള്ളത് അറിയാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, അന്തസ്സോടുകൂടി വിവരാവകാശ രേഖയിൽ അവരുടെ രേഖ അവരാരൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കിയതുപോലെ സിസ്റ്റത്തിൽ പറയുന്നത് പോലെ അതിന് പൊരുത്തമുണ്ടോ എന്ന് മനസ്സിലാക്കുക. കടവേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, അടിത്തട്ടിൽ ആഴത്തിൽ നമ്മൾ പ്രണയിക്കുന്ന നമ്മുടെ ഇഗ്നോ തുരങ്കം വെക്കുന്ന തുരപ്പന്മാരാരെങ്കിലും അതിന്റെ അകത്ത് കയറി വന്നിട്ടുണ്ടെങ്കിൽ അവരെ ചെവിയിൽ പിടിച്ച് പുറത്തേക്ക് തള്ളാനുള്ള തന്ത്രമാണ് ഞാൻ പറഞ്ഞു തന്നത്. അല്ലാതെ നിങ്ങൾ പേടിച്ച് മാറണം എന്നല്ല, എല്ലാവരും റീവാലുവേഷൻ ചെയ്യണമെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് റീവാലുവേഷൻ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ റീവാലുവേഷൻ ചെയ്തോളൂ. 10% കൂടുതൽ മാർക്ക് ഉണ്ട് എങ്കിൽ യൂണിവേഴ്സിറ്റി ഫീസ് തിരിച്ച് തരേണ്ടതാണ്. ഇനി ഇഗ്നോ അങ്ങനെ ഫീസ് തിരിച്ച് തരുന്നില്ല എങ്കിൽ ഒരു കളക്റ്റീവ് മൂവ്മെന്റോട് കൂടി അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ പറയൂ. അത് പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾ ഒരു വോട്ടറാണ്, നിങ്ങൾ ഒരു MP-യുടെ കീഴിൽ വരുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്കൊരു MP ഉണ്ട്. ആ MP-യെ നിങ്ങൾ സമീപിക്കുക. MP-യെ സമീപിക്കാൻ വേറെ ഒന്നും വേണ്ട. നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് MP നിങ്ങളുടെ അടുത്തേക്ക് വരാൻ, ജസ്റ്റ് MP-യുടെ പേര് അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ MP ആലത്തൂർ ന്യൂഡൽഹി എന്ന് മാത്രം പറഞ്ഞു വെച്ചാൽ മതി. ന്യൂഡൽഹിയിലെ ആലത്തൂർ MP-യുടെ കയ്യിൽ ആ കത്ത് കിട്ടും. വേറെ ഒന്നും വേണ്ട, ഒരു അഡ്രസ്സും വേണ്ട. MP ഓഫ് ആലത്തൂർ ലോക്സഭ എന്ന് മാത്രം എഴുതി ന്യൂഡൽഹി എന്ന് മാത്രം പോസ്റ്റ് ചെയ്താൽ അവിടെ കൃത്യമായിട്ടും പോസ്റ്റ് അവരുടെ കിട്ടും. അല്ലാണ്ട് നമ്മൾ ഈ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി നിന്ന് സമയം കളയേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെയുള്ള ഒരു വല്ലാത്ത ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഈ മെറ്റീരിയൽസ് നമുക്ക് ലഭ്യമാണ്. ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് മെറ്റീരിയൽസും ഒപ്പം തന്നെ ഫിസിക്കൽ മെറ്റീരിയൽസും രണ്ടും വെക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഇതിലുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കണോ ഇങ്ങനെ പഠിക്കാം, അങ്ങനെ പഠിക്കണോ അങ്ങനെ പഠിക്കാം, എങ്ങനെ പഠിക്കണോ എങ്ങനെ പഠിക്കാം, അത് തീരുമാനിക്കാനുള്ള പരമമായ സ്വാതന്ത്ര്യം ഓപ്പൺ
and distance learning, which is the blended, not blunder. You consider as a blunder, but actually IGNOU is not blended, which is a blended. Formal educationum ഇൻഫോർമൽ എഡ്യൂക്കേഷനും സമന്വയിപ്പിച്ചുകൊണ്ട് പഠിതാവിന് ആവശ്യമായിട്ടുള്ള മനോഹരമായ ചേരുവകൾ തന്നിരിക്കുന്ന മഹത്തായ ഒരു രീതിയാണ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ്. അവിടെ ഫേസ് ടു ഫേസ് ക്ലാസുകൾ തരുന്നു. ഇനി എഴുതിയെടുത്തോളൂ, എല്ലാവരും എഴുതിയെടുക്കുന്ന കൂട്ടത്തിൽ എഴുതിയെടുത്തോളൂ. ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഗ്നോയിൽ ഒരു ക്രെഡിറ്റ് 30 മണിക്കൂറുള്ള പഠന പ്രവർത്തനം. എന്താണ് 30 മണിക്കൂർ പഠന പ്രവർത്തനം? പഠനം, വായന അത് പഠനമാണ്. എഴുത്ത് അത് പഠനമാണ്. ഓർക്കൽ അത് പഠനമാണ്. ഓക്കെ, മനനം ചെയ്ത് വീണ്ടും പുതിയതിലേക്ക് എത്തിച്ചേരൽ പഠനമാണ്. അസൈൻമെന്റ് എഴുത്ത് പഠനമാണ്. ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ഇന്നത് പഠിക്കണം എന്നുള്ള അർത്ഥത്തിൽ ഗൂഗിൾ നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് പഠനമാണ്. ഡിജിറ്റൽ ലൈബ്രറിയിൽ നിങ്ങൾ പോയി കാര്യം കാണുന്നത് അത് പഠനമാണ്. ജ്ഞാൻ ദർശനിലൂടെ നിങ്ങൾ അറിവ് ദർശിക്കുന്നത് അത് പഠനമാണ്. ജ്ഞാൻ ഘോഷിലൂടെ പുസ്തകം ഡൗൺലോഡ് ചെയ്തിട്ട് ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ യാത്രയിലൂടെയോ മറ്റെന്തെങ്കിലും സന്ദർഭത്തിൽ നിങ്ങൾ 2 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്യുന്നു. നിങ്ങൾ വേണമെങ്കിൽ ഇതിനെ പോഡ്കാസ്റ്റ് എടുക്കുക. പോഡ്കാസ്റ്റ് എന്നിട്ട് വെറുതെ ചെവിയില് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുക. നിങ്ങൾ വെറുതെ കണ്ണു അടച്ച് അങ്ങനെ ഇരിക്കുക. അതിങ്ങനെ പ്ലേ ചെയ്തോളും. നമുക്ക് വിവരം ഇങ്ങനെ കിട്ടിക്കോളും. ആയിക്കോട്ടെ. വിവരം കൃത്യമായിട്ട് കിട്ടും. വിവരത്തിന് മലയാളത്തിൽ വേറെ ഒരു അർത്ഥവും കൂടി ഉണ്ട് കേട്ടോ. ഓട്ട അഥവാ ദ്വാരം. അങ്ങനെ അറിവ് ദ്വാരമാകാതെ ഇരിക്കാൻ നിങ്ങൾ വിവരത്തോടുകൂടി വിവരത്തെ ഹാൻഡിൽ ചെയ്യുക എന്നാണ് പറയാനുള്ളത്. അപ്പൊ ഡിജിറ്റൽ മെറ്റീരിയൽ നമുക്ക് ലഭ്യമാണ്. ക്ലാസ് റൂം നമുക്ക് ലഭ്യമാണ്. ഫേസ് ടു ഫേസ് ക്ലാസ്സുകൾ ലഭ്യമാണ്. ഏറ്റവും വലുത് ലൈബ്രറി നമുക്ക് ലഭ്യമാണ്. ഡിജിറ്റൽ ലൈബ്രറി അല്ല, ഫിസിക്കൽ ലൈബ്രറി ലഭ്യമാണ്. ലാബ്, ഫിസിക്കൽ ലാബ് നമുക്ക് ലഭ്യമാണ്. MBA ഒക്കെ എടുക്കുമ്പോ എവിടെ ഫിസിക്കൽ? ഒരു വല്ലാത്ത ചോദ്യമുണ്ട്. ആരെ നിങ്ങൾ സമീപിക്കും? ക്രെഡിറ്റ് കാർഡ് തരാൻ വേണ്ടിയിട്ട് എല്ലാ ബാങ്കുകളും നമ്മെ ഇങ്ങോട്ട് ഫോഴ്സ് ചെയ്യും. പ്രമുഖമായ പ്രൈവറ്റ് ബാങ്കുകളെല്ലാം നമ്മെ വല്ലാണ്ട് ഫോഴ്സ് ചെയ്തിട്ട് അത് വാങ്ങൂ, ഇത് വാങ്ങൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്ന് ചെയ്യും. എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നു എന്ന് കരുതുക. ആ ബാങ്കിന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് നേരിട്ട് കംപ്ലൈന്റ് ചെയ്യാൻ ഒരു മാർഗവുമില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ അക്കാര്യം? ഏതെങ്കിലും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പ്രൈവറ്റ് ബാങ്കുകൾ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ബാങ്കുകൾ നിങ്ങളുടെ അടുത്തേക്ക് ക്രെഡിറ്റ് കാർഡ് വേണോ, ആ ഫെസിലിറ്റി വേണോ, ഈ ഫെസിലിറ്റി വേണോ, നിങ്ങൾക്ക് ഇൻഷുറൻസ് വേണോ, അങ്ങനെ വേണോ, ഇങ്ങനെ വേണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് ഇഷ്ടം പോലെ വരും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് തിരിച്ച് അങ്ങോട്ട് വിളിക്കാൻ, ആ ലാൻഡ് ഫോണാണ്, നിങ്ങൾക്ക് തിരിച്ചു വിളിക്കാൻ പറ്റില്ല. ആ മൊബൈലിലേക്ക് നിങ്ങൾക്ക് വേറെ തിരിച്ചു മെസ്സേജ് അയക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ അവിടത്തേക്ക് ഇമെയിൽ അയക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. നമ്മൾ അന്തം വിട്ട് നിൽക്കും. അപ്പോഴാണ് ഈയുടെ പ്രത്യേകത എന്നായി മാറിപ്പോകുന്നത്. അതുപോലെ ഇവിടെ ODL നമുക്ക് പേപ്പർ എക്സാമിനേഷൻ ഉണ്ടാകും, ലൈബ്രറി ഉണ്ടാകും, ലാബ് ഉണ്ടാകും, എല്ലാം കൃത്യമായി ഫിസിക്കലി നമ്മുടെ മുമ്പിൽ കിട്ടുകയും ചെയ്യും. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഓൺലൈനിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, ഓഫ്ലൈനിലായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. നല്ല ഒരു ജോലി കിട്ടണം. അപ്പൊ നിങ്ങൾ ഇതിൽ ആരാണ് ഈ കാലഘട്ടത്തിൽ 2 സർട്ടിഫിക്കറ്റ് 3 സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് പോലും കൃത്യമായിട്ട് ജോലി കിട്ടാത്ത ഒരു ലോകത്താണ് പ്രത്യേകിച്ച് മലയാളികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏത് വേണമെന്ന് നമ്മൾ എങ്ങനെയാണ് നിശ്ചയിക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഘട്ടത്തിൽ, ഈ നിമിഷത്തിൽ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. വിച്ച് മെത്തേഡ് ഈസ് ബെസ്റ്റ് മെത്തേഡ്? All have its own good quality. ഒരു കൗൺസിലറുടെ, ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെ യഥാർത്ഥ റോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ A എന്നുള്ള ഒരു ഓപ്ഷൻ വെക്കുക, B എന്നുള്ള ഓപ്ഷൻ വെക്കുക, C എന്നുള്ള ഒരു ഓപ്ഷൻ വെക്കുക, D എന്നുള്ള ഒരു ഓപ്ഷൻ വെക്കുക. അതിൽ നിങ്ങളെ കൊണ്ട് ചൂസ് ചെയ്യിപ്പിക്കുക. What is economizing? The problem of choice. In economics we can, according to Erikson, the problem of choice, what we want to choose. എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. എന്താണ് സെലക്ട് ചെയ്യേണ്ടത്? എന്താണ് ചൂസ് ചെയ്യേണ്ടത്? എടുത്താൽ A കിട്ടും, B എടുത്താൽ Aയും കിട്ടും, A' കിട്ടും, A" കിട്ടും. C എടുത്താൽ A' കിട്ടും, A കിട്ടും,
ബി കിട്ടും. ഡി എടുത്താൽ എയും കിട്ടും, എ ഡാഷും കിട്ടും, ബിയും കിട്ടും, ബി ഡാഷും കിട്ടും, സിയും കിട്ടും, സി ഡാഷും കിട്ടും, എ ബി കിട്ടും, എ ഡബിൾ ബി കിട്ടും. ഇങ്ങനെ പലതും പലതും കിട്ടും. അപ്പോ ആൾട്ടർനേറ്റീവ് ചോയ്സസ് ഉള്ളത് ഏതാണ്? ആൾട്ടർനേറ്റീവ് ചോയ്സസ് പിന്നീട് മറ്റതെല്ലാം ഉപയോഗിക്കാനുള്ള ഏറ്റവും നല്ല ചോയ്സ് എന്താണോ ആ ചോയ്സിനെ എടുക്കലാണ് ബുദ്ധി. അവിടെയാണ് എക്കണോമൈസിങ്. The best use of what is available. The best use of what is available. അയ്യോ എനിക്ക് കിട്ടിയില്ല, അയ്യോ എനിക്ക് കിട്ടിയില്ല, അങ്ങനെയായിപ്പോയി, ഇങ്ങനെയായിപ്പോയി, അവരെന്നെ പറ്റിച്ച്, ഇവരെന്നെ പറ്റിച്ച്, അവരിങ്ങനെ ഇവരിങ്ങനെ, ഐ എം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അതെല്ലാം കപടമാണ്. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള കഴിവുമുണ്ട്. ബട്ട് യു വാണ്ട് ടു ചൂസ്. നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ആ സെലക്ഷൻ എങ്ങനെയായിരിക്കണം? ആൾട്ടർനേറ്റീവ് ചോയ്സസ് ഉള്ളതായിരിക്കണം. ഇതല്ലെങ്കിൽ അത് ചെയ്താൽ അതും ചെയ്യാം, അപ്പുറവും ചെയ്യാമെങ്കിൽ അതായിരിക്കണം ഞാൻ എടുക്കേണ്ടത്. അങ്ങനെ എടുക്കാനുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഗുണകരമായിട്ടുണ്ടാവുക എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ക്രെഡിറ്റിന്റെ കാര്യത്തിൽ പോകാം. What is a credit? 1 credit equals, എഴുതിയെടുത്തോളൂ, 1 credit equals 30 hours learning activities. 30 മണിക്കൂർ പഠന പ്രവർത്തനം, എഴുത്ത്, വായന, കമ്മ്യൂണിക്കേഷൻ, ഡിസ്കഷൻ, സ്കാറ്ററിംഗ്. മൈൻഡ് വെറുതെ ഇങ്ങനെ അലഞ്ഞു വിടുകയല്ല, നമ്മൾ പലതിൽ നിന്നും കോർത്ത് എടുക്കാൻ വേണ്ടി ഡാറ്റ കളക്ഷൻ, ഓർഗനൈസേഷൻ, presentation, analysis and interpretation. COPAI, കോപ്പൈ. ജീവിതം മൊത്തം കോപ്പയാണ്, പഠനം മുഴുവനും കോപ്പയാണ്. ഇതെന്ത് കോപ്പാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ലെ? കോപ്പയാണ്. കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ, കളക്ഷൻ ഓഫ് ഡാറ്റ, കളക്ഷൻ ഓഫ് നോളജ്, കളക്ഷൻ ഓഫ് ലേണിംഗ് മെറ്റീരിയൽസ്, കളക്ഷൻ. പിന്നെ അത് ഓർഗനൈസ് ചെയ്യൽ, ഒരിക്കൽ ഓർഗനൈസ് ചെയ്യൽ. പിന്നെ അതിനെ ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യൽ, അവതരിപ്പിക്കൽ. അപ്പൊ കളക്ഷൻ, ഓർഗനൈസേഷൻ, പ്രസന്റേഷൻ, പിന്നെ പുകഞ്ഞ് ആലോചിച്ച് അതിനെ അനാലിസിസ് നടത്തൽ. താഴെത്തട്ടിൽ 4ാം ക്ലാസ് മുതൽ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? സോൾവ് ദ പ്രോബ്ലംസ്. ലഘൂകരിക്കുക, നിർദ്ധാരണം ചെയ്യുക എന്നാണ്. പക്ഷെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ലഘൂകരിക്കുന്നതിന് പകരം പർവ്വതീകരിക്കും. നമ്മൾക്കെല്ലാം കൂട്ടും. വലിയ ഒരു കൂട്ടലിനെ മറ്റൊരു വലിയ കൂടൽ കൊണ്ട് 2 കൊണ്ട് ഹരിക്കും. അങ്ങനെയാണ് നമ്മൾ വലുതിനെ വലുതുകൊണ്ടാണ് നമ്മൾ ശരിക്കും. അങ്ങനെയല്ല, ചിന്ന ഭിന്നമാക്കി വിടുക, കഷ്ണമാക്കുക, ഘടകങ്ങളാക്കുക. യൂസിങ് ഫാക്ടർ മെത്തേഡ്. കോമൺ ഫാക്ടർ വെച്ചിട്ട് അതിനെ ഘടകങ്ങളാക്കി പിരിച്ച് വിട്ട് ഏറ്റവും ചെറിയ സംഖ്യ 2/3 സമം 0.66 എന്ന് നമ്മൾ ഉത്തരം എഴുതി വെച്ചാൽ ഉത്തരം കിട്ടും. അത്രയും ഉണ്ട്. അല്ലാതെ നമ്മൾ വലിയ ഒരു സംഖ്യയും പിന്നെ മറ്റൊരു വലിയ സംഖ്യയും ആ വലിയ സംഖ്യയും ഈ വലിയ സംഖ്യയും തമ്മിൽ ഹരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തലല്ല. പ്രശ്നങ്ങൾ വലുതുകളല്ല, ലഘൂകരിച്ച് ജീവിതത്തെ ലഘുവാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനാണ് കണക്ക് നമ്മെ പഠിപ്പിക്കുന്നത്. ലഘൂകരിക്കുക. എന്തിനാണ് ഈ ലഘൂകരിച്ച് നമ്മളെ സ്കൂളുകളിൽ പഠിപ്പിച്ചത് എന്ന് നിങ്ങൾ തോന്നുന്നില്ലേ? ഇതിനു വേണ്ടിയാണ്, ജീവിതത്തെ ലഘൂകരിക്കാനാണ്. അപ്പോ നമ്മൾ വളരെ നല്ല രൂപത്തിൽ ഇത്തരത്തിലുള്ള പഠനം നടത്തണം. ഇങ്ങനെ നടത്തുമ്പോൾ നമുക്ക് ODL ക്ലാസ് തരുമ്പോൾ 4 ക്രെഡിറ്റ് എടുത്തിട്ടുണ്ട് എങ്കിൽ ഇഗ്നോ, അവർ ബിലൗഡ് ഇഗ്നോ, നമ്മുടെ യൂണിവേഴ്സിറ്റി അക്കാഡമിക് കൗൺസിലറിലൂടെ 4 ക്രെഡിറ്റിന് 5 ക്ലാസ് തരുന്നുണ്ട്. നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ? അതാണ് പ്രശ്നം. സാർ തരുന്നില്ല, ഞാൻ അറിഞ്ഞില്ല, അതൊന്നും എക്സ്ക്യൂസ് അല്ല. നിങ്ങൾ അറിയണം. നിങ്ങൾ ഇൻഡക്ഷൻ മീറ്റിംഗിന് പങ്കെടുത്തിട്ടുണ്ടോ?
ഇമെയിൽ റെഗുലറായി ചെക്ക് ചെയ്തിട്ടുണ്ടോ? അപ്ലിക്കേഷൻ ഫോം അക്ഷയക്കാരൻ തന്നു എന്ന് പറഞ്ഞ് അതോടുകൂടി എന്റെ പഠനമായി എന്ന് പറഞ്ഞ് ഇരിക്കുകയല്ലേ? അല്ല, അതിലെ ഓരോ വാക്കുകളും എന്താണെന്ന് അറിയണം. എം നോട്ട്സിലെ ഇതിനെപ്പറ്റി എത്ര വീഡിയോസ് മുബാറക് മാസ്റ്റർ ഇറക്കിയിട്ടുണ്ട്, എന്നിട്ടും അതിനെപ്പറ്റി തന്നെയാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രോഗ്രാം കോഡ് എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ കോഴ്സ് കോഡ് എന്താണ് എന്നറിയാമോ? നിങ്ങളുടെ സ്റ്റഡി സെന്റർ ഏതാണ് എന്നറിയാമോ? സ്റ്റഡി സെന്ററിന്റെ അഡ്രസ് അറിയാമോ? സ്റ്റഡി സെന്ററിന്റെ ഫോൺ നമ്പർ അറിയാമോ? സ്റ്റഡി സെന്ററിന്റെ ഇമെയിൽ അഡ്രസ് അറിയാമോ? സ്റ്റഡി സെന്ററിന്റെ കോർഡിനേറ്ററിനെ അറിയാമോ? നിങ്ങളുടെ റീജിയണൽ സെന്റർ ഏതാണ് എന്നറിയാമോ? റീജിയണൽ സെന്റർ കോഡ് അറിയാമോ? റീജിയണൽ സെന്ററിന്റെ അഡ്രസ് അറിയാമോ? റീജിയണൽ സെന്ററിന്റെ ഇമെയിൽ അഡ്രസ് നിങ്ങൾക്ക് അറിയാമോ? റീജിയണൽ ഡയറക്ടറിനെ നിങ്ങൾക്ക് അറിയാമോ? റീജിയണൽ ഡയറക്ടർ കൂടാതെ അസിസ്റ്റന്റ് റീജിയണൽ ഡയറക്ടർമാരുടെ അറിയാമോ? അവിടുത്തെ ഓരോ ഡിവിഷന്റെയും നമ്പർ നിങ്ങൾക്ക് അറിയാമോ? ഹെഡ് ക്വാർട്ടേഴ്സിന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാമോ? ഈ അറിയാമോ എന്നൊക്കെ ചോദിച്ചത് നിങ്ങൾ അറിയണം. അപ്പൊ നിങ്ങൾ മനസ്സോട് പറയണം, അറിയും എന്ന് പറയണം. അങ്ങനെ വരുമ്പോ ഈ വീഡിയോവിന് ഗുണമുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ലോകം മുഴുവനും ഞാൻ പറഞ്ഞു, ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ നിങ്ങൾക്കാണ് ഇനി അത് കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ലേ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോവുക. 4 ക്രെഡിറ്റിന് 5 ക്ലാസ്, ഒരു ക്ലാസ് സമം 2 മണിക്കൂർ തിയറി ക്ലാസ്. അക്കാഡമിക് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ലെക്ചർ ഇവിടെ നേരെ വന്നിട്ട് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുകയല്ല. 18 വയസ്സായ കുട്ടിയുണ്ട്, 35 വയസ്സായ കുട്ടിയുണ്ട്, പഠിതാവുണ്ട്, 50 വയസ്സായ പഠിതാവുണ്ട്. ഓരോരുത്തരും പഠിച്ചു വരുന്നത് സാറേ അതെന്താണ്? അപ്പൊ അതിനെപ്പറ്റി ഡിസ്കഷൻ. അത് കഴിഞ്ഞ ഉടനെ കൈപൊക്കി, സാർ അതെന്താണ്? അതിങ്ങനെ ഞാൻ വായിച്ചു, അതിന്റെ അർത്ഥം എന്താണ്? വേറെ ഏതോ ഒരു അറ്റത്തായിരിക്കും ആ പോർഷൻ. അതെന്താണ്? നിങ്ങൾക്ക് വേറെ ഒരു രഹസ്യം പറഞ്ഞു തരാം. വളരെ വലിയ രഹസ്യമാണ്. ഇഗ്നോയിലെ പഠനം ഭാരം ഇത്ര വലുതാണ്, ഞങ്ങൾ എല്ലാവരും പരീക്ഷയ്ക്ക് തോൽക്കുന്നു എന്നുള്ള വല്ലാത്ത പ്രഹരമുണ്ടല്ലോ. ഓക്കെ, നമുക്ക് ലാളനയ്ക്ക് അപ്പുറം പരിലാളനകൾ ഒരുപാട് തന്നു എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അടക്കം നമ്മുടെ റെഗുലർ കോളേജുകളിൽ എല്ലാവർക്കും ഒരു കരിക്കുലം ഉണ്ട്. ഞാൻ പച്ചയായാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഒരു കരിക്കുലം ഉണ്ട്, ഒരു സിലബസ് ഉണ്ട്. ആ സിലബസ് പൂർണ്ണമായി നമ്മൾ പഠിക്കണം. എനിക്ക് ഇന്നലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയത്, കോർഡിനേറ്റർ അയച്ചു തന്ന മെസ്സേജാണ് ഇനി ഞാൻ പറയുന്നത്. അതിൽ പറയുന്നത്, പഠനഭാരം ഒരുപാട് ആയതിനാൽ പഠിതാക്കളുടെ ആശങ്ക അകറ്റാൻ വേണ്ടി താങ്കളുടെ സിലബസിൽ നിന്ന് ഇന്ന പോർഷൻസ് നീക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബുക്കില് 100% പഠിക്കാനുണ്ട്, 50% നീക്കി. അതിനെപ്പറ്റി അങ്ങനെ ഒരു രേഖ വന്നതുകൊണ്ട് പരീക്ഷയ്ക്ക് ആ 50% വരില്ല. ബാക്കിയുള്ള 50% പഠിച്ചാൽ മതി. കാര്യം മനസ്സിലായില്ലേ? 50% പഠിച്ചാൽ മതി എന്ന് ഔദ്യോഗികമാണ് പറയുന്നത്, ഒഫീഷ്യൽ ഇൻഫർമേഷൻ. ആ 50%. അപ്പൊ നമ്മൾ ഉടനെ തന്നെ ചെന്നിട്ട് പിന്നെ അതിൽ നിന്ന് വല്ലതും കുറയ്ക്കാൻ പറ്റുമോ എന്ന് ടീച്ചറെ അതിലേതെങ്കിലും ഏതാണ് ഇമ്പോർട്ടന്റ്? അങ്ങനെയാണ് നമ്മളുടെ പഠനം. അപ്പൊ മറ്റേ ഇൻഫർമേഷൻ പഠിപ്പിക്കാൻ ഈ ലോകത്തെ അടുത്ത തലമുറയെ ആര് പഠിപ്പിക്കും? ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മലയാളം പഠിച്ച് പുറത്തിറങ്ങുന്ന MA വിദ്യാർത്ഥി അടുത്ത തലമുറയെ പഠിപ്പിക്കാൻ നിൽക്കുമ്പോൾ സിലബസിൽ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറയുമോ? കുട്ടിയും ഈ ലോകവും നീ പോയി മാറിയിരിക്കും, എനിക്ക് വേറെ പഠിപ്പിക്കാൻ ആൺകുട്ടികൾ വരുമെന്ന് പറയും. അങ്ങനെയാണ് നമ്മുടെയൊക്കെ പഠനം മൂല്യനിർണയം നടത്തപ്പെടുന്നതെങ്കിൽ ഇഗ്നോ ഒരിക്കലും അത് ചെയ്തിട്ടില്ല സുഹൃത്തുക്കളെ. അതാണ് അതിന്റെ പ്രത്യേകത. സിലബസ് പൂർണ്ണമായി നമ്മുടെ അടുത്തേക്ക് തന്നിട്ടുണ്ട്. അത് ഏത് അറ്റത്തിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാം, 50% സിലബസ് മാറ്റിയിട്ടല്ല. അതിന് പറയുന്ന പേര്, ഹയർ സെക്കൻഡറിയിലും അതുണ്ട് കേട്ടോ, സ്കീം ഓഫ് വർക്ക്. നമ്മൾ എന്തൊക്കെ വർക്ക് ചെയ്യണമെന്ന് കൂലങ്കുഷമായി ചിന്തിച്ച സ്കീം ഉണ്ടാക്കൽ. എന്നിട്ട് ആ സ്കീം എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട് ആ സ്കീം മാത്രം പഠിച്ചാൽ മതി, പൂർണ്ണമായി നിങ്ങൾ പഠിക്കണ്ട, ആ സ്കീം മാത്രം പഠിച്ചാൽ മതി. സ്കീം ഓഫ് വർക്ക്. പിന്നെ അധ്യാപികയ്ക്ക് കഷ്ടമുള്ളത് ഏതൊക്കെയോ, അപ്പൊ അധ്യാപിക വന്ന് പറയും,
ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കുറച്ച് വഷളത്തികളായിട്ടുള്ള അധ്യാപികമാർ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏറ്റവും ആദരിക്കുന്നതാണ് ഗുരുനാഥന്മാരെ. പക്ഷെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും ചില ചപ്രാച്ചികളാണ്. അവരൊക്കെ അധ്യാപകരെന്ന് പറയാൻ പറ്റില്ല. ശരിക്കും അക്ഷരങ്ങളെ കശാപ്പ് ചെയ്യുന്നവരാണ് അവരൊക്കെ. 6 പീരീഡ് മാത്രം, ഒരാഴ്ചയിൽ 8 പീരീഡ് മാത്രം ക്ലാസ് എടുത്തിട്ട് 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങിച്ച് കുട്ടികൾക്ക് മാനുഷിക കരുത്ത്, നാഷണൽ സർവീസ് എന്താണ്, സർവീസ് എന്താണ് എന്നുള്ളത് പഠിപ്പിക്കാൻ അറിയാത്ത അബലകളെ പോലെയുള്ള ചില വർഗങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അവരൊക്കെ ആരൊക്കെയോ ആയി എന്നാണ് അവരുടെയൊക്കെ ധാരണ. അവരൊക്കെ വളരെ മോശമായി തന്നെയാണ് ഞാൻ ചിത്രീകരിക്കുന്നത്. അവരൊന്നും അധ്യാപകർ എന്ന് പറയാൻ കെൽപ്പില്ല. നമ്മളെയൊക്കെ 4ാം ക്ലാസ്സിൽ, 1ാം ക്ലാസ്സിൽ, 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ആ രുക്മണി ടീച്ചർ, ആ സരള ടീച്ചർ, ആ മനോഹരി ടീച്ചർ, അവരൊക്കെ ഇന്നും ഓർക്കുകയാണ് അവരുടെ ജീവിതം. മറ്റു രാജ്യങ്ങളിലെ LP സ്കൂളിലെ ടീച്ചർമാർക്കാണ് ഏറ്റവും കൂടുതൽ, മോണ്ടിസോറി ടീച്ചർമാർക്കും LP സ്കൂൾ ടീച്ചർമാർക്കാണ് വാരിക്കോരി ശമ്പളം. നമ്മുടെ നാട്ടിലെ ഒരു പണിയും എടുക്കാത്ത, ആഴ്ചയിൽ വെറും 8 പീരീഡ് ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചർ, ആഴ്ചയിൽ വെറും 8 പീരീഡ്, ഒരാഴ്ചയിൽ 8 പീരീഡ്, ഒരു പീരീഡ് 40 മിനിറ്റ്, അത് 7ാമത്തെ പീരീഡ് ആണെങ്കിൽ 35 മിനിറ്റ്. ഓക്കെ, അങ്ങനെ വെറും 2 പീരീഡ് പോലും ഇല്ല. 1.25 മണിക്കൂർ മാത്രം ക്ലാസ് ഒരു ദിവസത്തിൽ കൊടുക്കുന്ന ആ ടീച്ചർ വാങ്ങുന്നതും ഒരു ദിവസത്തിന് 3250 രൂപ, 1 ലക്ഷം രൂപ ശമ്പളം. ഓക്കെ, PSC കിട്ടുന്നത് വരെ പരിശ്രമം, അതിനുശേഷം വിശ്രമം. ഇതാണ് അവരുടെ തൊഴിൽ. അങ്ങനെയുള്ള നികൃഷ്ട ജീവികളുള്ള ഒരു ലോകത്താണ് നമുക്ക് ഇത്തരത്തിലുള്ള സ്കീം ഓഫ് വർക്കൊക്കെ തന്നിട്ട് നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. പക്ഷെ അറിവ് വിശാലമാണ്. നിങ്ങൾ ഏത് അർത്ഥത്തിലേക്ക് വേണമെങ്കിലും പോകണം. നിങ്ങൾ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ ആത്മാർത്ഥത നേടിയെടുക്കണം. ആ ആത്മാർത്ഥതയെ ആരെങ്കിലും തുരങ്കം വയ്ക്കുന്ന ഏതെങ്കിലും നികൃഷ്ട ജീവികൾ അധ്യാപകരുടെ വേഷത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് മാർക്ക് കുറയ്ക്കുന്നു എങ്കിൽ അവരെ പറിച്ച് പുറത്ത് കൊടുക്കാൻ നിങ്ങൾ ആ വിവരം ശേഖരിച്ച് അവരെ കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ട്. ഇന്നലെയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. ഞാൻ വീണ്ടും ഒരു വാക്ക് അതിലേക്ക് ഇമോഷണലി ഞാൻ പറഞ്ഞു പോയത്. അപ്പൊ അങ്ങനെയുള്ള നികൃഷ്ടകൾ ഇപ്പോഴും പറയുന്നുണ്ട്, ഐ എം ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുക്കുകയാണ്. എന്നിട്ട് ക്ലാസ്സിലേക്ക് പോയിട്ട് ബാർഗെയിൻ ചെയ്യുകയാണ്. 4000 രൂപ തന്നാലേ ഞാൻ ഒപ്പുവെക്കുകയുള്ളൂ. വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന മെസ്സേജാണ്. ഒപ്പിട്ട് തരാൻ, റെക്കോർഡ് ഒപ്പിട്ട് തരാൻ 4000 രൂപ വേണം, 8000 രൂപ വേണം. മിനിഞ്ഞാന്ന് ഒരു സിനിമ കണ്ടു. ആ മിനിഞ്ഞാന്ന് കണ്ട സിനിമയിലെ മനോഹരമായ ഒരു ഡയലോഗ്, കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ ചെരുപ്പ് മാറി തന്നു നീ എനിക്ക്, ആ ചെരുപ്പിനെ ഞാൻ ഇവിടെ അഴിച്ചു വെക്കുന്നു, ആ ചെരുപ്പിനെ ഞാൻ ഇവിടെ അഴിച്ചു വെക്കുന്നു, ഇനി ആ ചെരുപ്പ് എന്റെ കാലല്ല ഇടുക. എന്താണ് അതിന്റെ അർത്ഥം? ഇനി ആ ചെരുപ്പ് എന്റെ കാലല്ല ഇടുക. ഒരു സിനിമയിലെ, മലയാള സിനിമയിലെ ഒരു ഡയലോഗാണ് ഞാൻ പറഞ്ഞത്. സൂപ്പർ ആയിട്ടുള്ള ഒരു സിനിമയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇന്നലെ ഒരു ചെരുപ്പ് ഞാൻ മറന്നെടുത്തിട്ട് പോയി, ഇന്ന് ഞാൻ ആ ചെരുപ്പ് ഇവിടെ മറന്നു വെക്കുന്നു, ഇനി എന്റെ കാലല്ല ആ ചെരുപ്പ് ഇടുക. അതിന്റെ അർത്ഥം വളരെ വലുതാണ് എന്റെ സുഹൃത്തുക്കളെ. അത്തരത്തിലുള്ള മറുപടികളാണ് നമ്മൾ ഇത്തരത്തിലുള്ള നികൃഷ്ട ജീവികൾക്ക് കൊടുക്കേണ്ടത്. അക്ഷരങ്ങളെ കശാപ്പ് ചെയ്യുന്ന, അക്ഷരങ്ങളെ വിറ്റ് കാശാക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നമ്മൾ ശബ്ദിക്കണം. 1000 ദിവസങ്ങൾ, 1000 മണിക്കൂറുകൾ കഷ്ടപ്പെട്ട് 2 കുട്ടികൾ, അമ്മ, അച്ഛൻ, രോഗിയായ ഭർത്താവ്, ഇവരെല്ലാം ശുശ്രൂഷിക്കാൻ വേറെ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെട്ട് 750 രൂപ റീവാലുവേഷന് കൊടുക്കാൻ കാശില്ലാതെ കരഞ്ഞു പറഞ്ഞ ആ പെൺകുട്ടി എന്റെ ഹൃദയത്തിലാണ് സ്പർശിച്ചത്. ആ കുട്ടി പറയുന്നു, സാർ 750 രൂപ കൊടുക്കാൻ എനിക്ക് കാശില്ല സാർ, എന്നിട്ടും ഇഗ്നോ എന്തിനാണ് സാർ അങ്ങനെ ചെയ്തത് എന്നാണ് ആ കുട്ടിയുടെ ചോദ്യം. ആ ചോദ്യത്തിന്റെ മുമ്പിൽ പകച്ചുപോയി എന്റെ ബാല്യം എന്ന് പറഞ്ഞതുപോലെ ഞാൻ പകച്ചുപോയി. അപ്പൊ കീടങ്ങളെ നമ്മൾ പിഴുതെറിയുക തന്നെ വേണം. നമ്മൾ അത്തരത്തിലുള്ള ക്ലാസ്സുകളിലേക്ക് പോവുക തന്നെ വേണം. സിസ്റ്റം ഈസ് വെരി വെരി ഗുഡ്. അപ്പൊ 30 മണിക്കൂർ 4 ക്രെഡിറ്റിന് 5 ക്ലാസ് അഥവാ 10 മണിക്കൂർ ക്ലാസ് ഇഗ്നോ തരുന്നുണ്ട്. അത് തരുന്നില്ല എങ്കിൽ കളക്റ്റീവായിട്ട് നിങ്ങളുടെ സ്റ്റഡി സെന്ററിലെ കോർഡിനേറ്റർക്ക് നിങ്ങൾ പോയി പറയണം എപ്പോഴാണ് ഞങ്ങളുടെ ക്ലാസ്. ഇഗ്നോയുടെ സൈറ്റിൽ, റീജിയണൽ സെന്ററുടെ പോർട്ടലിൽ
റീജിയണൽ സെന്ററുടെ പോർട്ടലിൽ ടൈം ടേബിൾ ഇട്ടിട്ടുണ്ടോ? അക്കാഡമിക് കൗൺസിലിംഗ് അഥവാ കോണ്ടാക്ട് ക്ലാസ്, അക്കാഡമിക് കൗൺസിലിംഗിന്റെ ടൈം ടേബിൾ ഇട്ടിട്ടുണ്ടോ? ആ ടൈം ടേബിൾ ഞങ്ങൾക്ക് കോപ്പികൾ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എന്തുകൊണ്ട് അയച്ചു തരുന്നില്ല? എല്ലാറ്റിന്റെയും ഡാറ്റ ഉണ്ടല്ലോ. ആ ഡാറ്റ നിങ്ങൾ ആദ്യമേ ഇമെയിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ പ്രൊഫൈൽ തയ്യാറാക്കുന്നത്, ലോഗിൻ ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്നത് ഇമെയിൽ ആണല്ലോ. ആ ഇമെയിലിലേക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഡീറ്റെയിൽ തരുന്നില്ല? ടൈം ടേബിൾ കൃത്യമായി തരണം. ഞങ്ങൾ അത് ക്ലാസ്സിലേക്ക് വരും. അപ്പൊ ഓൺലൈൻ ക്ലാസ്സും ഉണ്ടാവണം, ഓഫ്ലൈൻ ക്ലാസ്സും തരണം. നിങ്ങൾ വാങ്ങുന്നില്ല എങ്കിൽ സിസ്റ്റം മടി കാണിക്കും. സിസ്റ്റം നിങ്ങൾക്ക് ആ ക്ലാസ് തരില്ല. സിസ്റ്റം ക്ലാസ് തരുന്നില്ലെങ്കിൽ കുറ്റം നിങ്ങളുടെ തന്നെയാണ്, സിസ്റ്റത്തിന്റെ അല്ല. സിസ്റ്റം ക്ലാസ് തരാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ബാർഗെയിനിങ് പവർ നിങ്ങൾ ഉപയോഗിക്കുക തന്നെ വേണം. സിസ്റ്റത്തിനെ കൊണ്ട് ക്ലാസ് തരിപ്പിക്കണം. അങ്ങനെ ആരാണ് അധ്യാപകർ? മഹത്തായ പാരമ്പര്യമുള്ള കേരളത്തിന്റെ സ്വന്തം ഗവൺമെന്റ് കോളേജിലെ, എയ്ഡഡ് കോളേജിലെ പ്രഗത്ഭരായ PhD നെറ്റ് ഉള്ള 10 കൊല്ലം 12 കൊല്ലത്തെ സർവീസ് ഉള്ള, 20 കൊല്ലം 25 കൊല്ലം സർവീസ് ഉള്ള മഹാരഥന്മാർ. ആ അധ്യാപകരുടെ ക്ലാസ്സുകൾ അവരൊന്ന് കാണാൻ നിങ്ങൾക്ക് കൊതിയാവണം. കാരണം നിങ്ങൾ ആ ഒരു ലെവലിൽ നിന്ന് വരുന്നവരാണ്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ അത്താണിയല്ല, മാർക്ക് കുറഞ്ഞവരുടെ അത്താണിയല്ല, അത് വളരെ വലുതാണ്. അങ്ങനെയുള്ള സൗകര്യമുണ്ട്. റെഗുലർ കുട്ടികൾ കോളേജിൽ പോകുന്ന അതേ സ്വാതന്ത്ര്യം, അതേ അവകാശം ആ സ്റ്റഡി സെന്റർ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ അവധി ദിവസങ്ങളിലെ, നിങ്ങളുടെ പഠന പ്രവർത്തന ദിവസങ്ങളിലെ നിങ്ങൾക്കുള്ളതാണ്. അവിടെ നിങ്ങളാണ് നിങ്ങളുടെ കാശ് പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ജൻ യൂണിവേഴ്സിറ്റി, ജനങ്ങളുടെ യൂണിവേഴ്സിറ്റി, പീപ്പിൾസ് യൂണിവേഴ്സിറ്റി. കാശ് വാങ്ങിച്ചത് കൊണ്ട് നിങ്ങൾ അതിൽ അർഹനാണ്. നിങ്ങൾക്ക് അതിനുള്ള അംഗീകാരം ഉണ്ട്. വോട്ടിന് എത്രത്തോളം പവർ ഉണ്ടോ അതുപോലെ പവറാണ് നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡിന്, സ്റ്റുഡന്റ് ഐഡന്റിറ്റി കാർഡിന്. നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. നിങ്ങൾ ചോദിക്കണം, ക്ലാസ് വാങ്ങണം. അപ്പൊ സ്വാഭാവികമായിട്ടും 132 ക്രെഡിറ്റ് പഠിക്കുന്ന ഒരു BA ഓണർ സ്റ്റുഡന്റ് അല്ലെങ്കിൽ BAG സ്റ്റുഡന്റ്, 64 ക്രെഡിറ്റ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ്, 8 ക്രെഡിറ്റിന് 10 ക്ലാസ്, അങ്ങനെ 40 ക്ലാസ് ഒരു കൊല്ലം നിങ്ങൾക്ക് കിട്ടണം. ഒരു MEG സ്റ്റുഡന്റിന് 40 ക്ലാസ് കിട്ടിയാൽ ധാരാളമാണ്. നിങ്ങൾക്ക് MA ക്ലാസ്സിന് 40 ക്ലാസ് കിട്ടിയാൽ നിങ്ങൾക്ക് ധാരാളമാണ്. അങ്ങനെ ക്ലാസ് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അതൊക്കെ അറിവിന്റെ വളരെ വലിയ, അപ്പൊ ഒരു ക്രെഡിറ്റ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, MNotes ചെയ്യുന്നതെല്ലാം സൗജന്യമാണ്. ഈ നിമിഷം വരെ നിങ്ങളോട് കാശ് തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓൺലൈനിലെ ഈ ക്ലാസ്സുകൾ ഇപ്പോൾ 2000 അടുത്ത് വീഡിയോസ് ചെയ്യുന്നതിലെ കാശ് തന്നാലേ നിങ്ങൾക്ക് ഈ മുബാറക് മാഷിന്റെ MNotes ക്ലാസ് തരൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതെ, ഇത് സൗജന്യമാണ്. MNotes ടെലഗ്രാം ചാനൽ സൗജന്യമാണ്. 6000-ൽ പരം സബ്സ്ക്രൈബേഴ്സ്. ഇവിടെ 25,000 കടന്നു. 25,000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ്. ഇപ്പൊ 50,000 സബ്സ്ക്രൈബർ ആകുന്ന ഒരു യജ്ഞത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അടുത്ത ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. ഈ സെഷനിലെ കുട്ടികൾ എല്ലാവരും ഞാൻ തരുന്ന ഫോം, ഞാൻ തരുന്ന മെസ്സേജില് കൃത്യമായി അതൊരു ഗ്രൂപ്പായി ചേർന്ന് നമുക്ക് പഠന ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. ലേണിംഗ് ഗ്രൂപ്പ്സ്. ആ പഠന ഗ്രൂപ്പുകളിൽ നിങ്ങൾ ഒരു 10 പേർ, BA ഇംഗ്ലീഷിന്റെ 10 പേർ, MA സൈക്കോളജിയുടെ ഒരു 10 പേർ, ഒരു MA ഇംഗ്ലീഷിന്റെ ഒരു 10 പേർ, MSWന്റെ ഒരു 10 പേർ, MA അറബിക്കിന് ബുക്ക് കിട്ടാനില്ല. അതാണ് നിലവിലെ അവസ്ഥ. ബുക്ക് കിട്ടാനില്ല, പഠിപ്പിക്കാൻ ആളില്ലാത്ത ഒരു അവസ്ഥ. അങ്ങനെ ഉള്ളതില് നമ്മളുടെ അറബിക് സ്റ്റുഡൻസ് കൊച്ചിയുടെയും വടകരയുടെയും റീജിയണൽ സെന്ററിലെ, ബാംഗ്ലൂർ റീജിയണൽ സെന്ററിലെ കുട്ടികളില് ഒരു 10 കുട്ടികൾ, അങ്ങനെ അവരൊരു ഗ്രൂപ്പ്. അവർ ഓരോ പോർഷൻ, ചെറിയ പോർഷൻ, 20 മിനിറ്റ് 30 മിനിറ്റ് 20 മിനിറ്റ് 30 മിനിറ്റുള്ള ചെറിയ വീഡിയോ എടുക്കുക. അങ്ങനെ കോ അഡ്മിന്മാർ ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക്. ഒരു മിടുമിടുക്കിയായ കോ അഡ്മിൻ 110-ൽ പരം MA സൈക്കോളജി ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റിന് വേണ്ടി വീഡിയോസ് എടുത്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഒരു പൈസ MNotes നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. അത്തരത്തിലുള്ള ക്ലാസുകൾ സൗജന്യമാണ്. 80-ൽ പരം സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസുകൾ MNotes ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ BA എക്കണോമിക്സിന്
BComന് MA BA സൈക്കോളജിക്ക്, BSWന് MA സൈക്കോളജിക്ക്, MA എക്കണോമിക്സിന്, MComന്, MBAക്ക്, MCAക്ക്, ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള റിസർച്ചിന് എല്ലാം ആവശ്യമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസുകൾ 80-ൽ കൂടുതൽ വീഡിയോ ഇപ്പോൾ തന്നെ നമുക്കുണ്ട്. 130-ന്റെ അടുത്ത് സൈക്കോളജി ക്ലാസുകൾ നോട്ട്സിന്റെ അകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉണ്ട്. മിസ് ദീപികയുടെ, മിസ് രാധികയുടെ, അങ്ങനെ ഒരുപാട് പേരുടെ ക്ലാസുകൾ നമുക്ക് ഇപ്പോഴും ലഭ്യമാണ്. ഓക്കെ, മുഹമ്മദ് മുബാറക് മാസ്റ്ററുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസുകൾ നിങ്ങൾക്ക് സൗജന്യമായി ലഭ്യമാണ്. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും 20 മിനിറ്റ്, 15 മിനിറ്റ്, അരമണിക്കൂർ ദൈർഘ്യമുള്ള ചെറിയ ചെറിയ വീഡിയോസ് എടുക്കുക, എനിക്ക് ടെലഗ്രാമിൽ അയച്ചു തരിക, ഞാൻ അതിന് തമ്പനെയിൽ ഉണ്ടാക്കുക, അത് വീഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുക. നിങ്ങൾ പഠിച്ചു പഠിച്ചു ചൊല്ലുന്നു. ഓക്കെ, ക്രിയേഷൻ ക്രിയേഷൻ ക്രിയേഷൻ. അതെന്തിനാ ഇയാൾ 3 പ്രാവശ്യം പറഞ്ഞത്? അങ്ങനെ ക്രിയേറ്റ് 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 ചെയ്യുമ്പോ റിക്രിയേഷൻ ആയി. റീക്രിയേഷൻ റീക്രിയേഷൻ, പുനഃസൃഷ്ടി, സൃഷ്ടിക്കൽ, പുനഃസൃഷ്ടിക്കൽ. അങ്ങനെ റിക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിലൂടെ തഴക്കവും പഴക്കവും വന്ന് നമ്മൾ അങ്ങനെ 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 നമ്മൾ അതിൽ വ്യാപൃതരാകുമ്പോൾ നമ്മൾ അറിയാതെ അത് വന്നു പോകും. ഏത് ഉറക്കത്തിലും ഹലോ ഇതെന്താണ്, ഇത് ഇന്നതാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതായിരിക്കണം നിങ്ങളുടെ കാഴ്ചപ്പാട്. അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ ഇറക്കുമ്പോൾ നിങ്ങൾ ആദ്യം പ്രിപ്പയർ ചെയ്യും. ആ പ്രിപ്പറേഷനിലൂടെ നിങ്ങൾ അത് അവതരിപ്പിക്കും. അപ്പൊ നിങ്ങളിൽ തന്നെ ഒരു സ്റ്റൈൽ അതിലേക്ക് കടന്നു വരും. നിങ്ങളുടേതാവുന്ന ചില രീതികൾ അവിടെ വരും. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ തരുമ്പോൾ ഒരു ആശയമാണ് സുഹൃത്തുക്കളെ. പക്ഷേ ഈ നമ്മുടെ ക്ലാസ് റൂമുകൾക്ക് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിന്റെ പ്രത്യേകത 50 കുട്ടികൾ അത് അവതരിപ്പിക്കുമ്പോൾ 50 ക്ലാസ്സുകളാണ് സുഹൃത്തുക്കളെ അത് കിട്ടുന്നത്. അത് 500 ക്ലാസ്സുകളായും 5000 ക്ലാസ്സുകളായും മാറുന്നു. ഞാനാകുമ്പോ അത് 100 എണ്ണമേ ആകുന്നുള്ളൂ. നിങ്ങളാകുന്ന 60 പേര് 100 ആകുമ്പോ 6000 ക്ലാസ്സുകൾ അതിന്റെ അകത്തേക്ക് കയറി വരുന്നു. അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 60,000 ക്ലാസ്സുകളാകുന്നു. അങ്ങനെ GP പോലെ ലോകം മുഴുവനും അത് വ്യാപിക്കുന്നു. നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ നമുക്ക് സ്റ്റഡി ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. റെഡിയല്ലേ? റെഡിയല്ലേ? വാട്സപ്പ് ചെയ്തോളൂ. വീണ്ടും ഞാൻ നമ്പർ ഒരിക്കൽ കൂടി തരുന്നു. എന്റെ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പിലൂടെ താങ്കൾക്ക് എല്ലാ ഇൻഫർമേഷനും കിട്ടും. അതിലേക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ അങ്ങനെ പഠന ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. പഠന ഗ്രൂപ്പുകളിലൂടെ ഒരു രൂപ ഞാൻ എന്റെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി, എന്റെ മക്കളെ പോലുള്ള കുട്ടികൾക്ക് വേണ്ടി, എന്റെ സഹോദരങ്ങളെ പോലുള്ള സഹോദരികൾക്കും സഹോദരങ്ങൾക്കും തരുകയാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഏത് പ്രായത്തിലും നാഷണൽ സർവീസ് സ്കീം നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. നമുക്കത് ചെയ്യാം. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞു, ചിരട്ടയിൽ മെഴുകുതിരി കത്തിച്ചുള്ള യാത്രയിൽ B.Ed പഠിച്ചതും 4ാം ക്ലാസ്സിലെ നോട്ട് എഴുതി എഴുതി മായ്ച്ചു മായ്ച്ച് എഴുതാൻ പഠിപ്പിച്ച കഥ. അത് പറഞ്ഞ ഒരു ബാല്യം നമുക്കുണ്ട്. അത്തരത്തിലുള്ള ബാല്യം നിങ്ങൾക്കുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, OBB, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നുള്ള സാക്ഷരതാ പ്രവർത്തനങ്ങളിൽ കമ്പ്രാന്തൽ പിടിച്ച് കളർ ചോക്ക് പീസില് ഞാൻ 8ാം ക്ലാസ് പഠിപ്പിക്കുമ്പോൾ, 8ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പാവപ്പെട്ടവർക്ക്, എന്റെ നാട്ടിലുള്ളവർക്ക് സാക്ഷരതാ പ്രവർത്തനത്തിൽ ഞാൻ ക്ലാസ് എടുത്തു കൊടുത്തതാണ് എന്റെ ബാല്യം. എന്റെ ബാല്യം അതാണ്. അതൊക്കെ നമുക്ക് നാളെ ഒരു പുണ്യമായി വന്നു ചേരും. അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. അതിലൂടെ ഞാൻ നിങ്ങളെ കാണുന്നു. ഓക്കെ, ഇപ്പൊ മന്തിയുടെയും അജിനോമോട്ടോ ഒക്കെ ഉള്ള ഒരു വല്ലാത്ത ഒരു ജങ്ക് ഫുഡിന്റെയും ഒരു ലോകത്ത് ഉള്ളപ്പോ വെറും കഞ്ഞിവെള്ളം ചാറ് കൂട്ടി കഴിച്ചിരുന്ന ഒരു ബാല്യം. കഞ്ഞിവെള്ളം ചാറ്. എന്റെ പ്രിയപ്പെട്ടവരെ, മലബാർ ഏരിയയിലുള്ള നിങ്ങളുടെ അമ്മമാരും അമ്മൂമ്മമാരോടും ചോദിക്കുക, എന്താണ് ഈ മുബാറക് മാഷ് ഇങ്ങനെ ഒന്ന് പറഞ്ഞല്ലോ, കഞ്ഞിയുടെ വെള്ളം ചാറ് എന്ന് എന്താണെന്ന് ചോദിക്കുക. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കഞ്ഞിവെള്ളം എടുക്കുക, ആ കഞ്ഞിവെള്ളത്തിൽ ഒരു 4 ഉപ്പ് തരി ഇടുക, ഒരു പച്ചമുളക് ഒന്ന് ഞെരിഞ്ഞിടുക, 2 ഉള്ളി ഒന്ന് അരിഞ്ഞിടുക, എന്നിട്ട് അതൊന്ന് ചൂടാക്കുക. കഞ്ഞിയുടെ വെള്ളത്തില് തിളപ്പിച്ചിട്ട് അതിലെ ഉള്ളിയുമുണ്ട്, മുളകുമുണ്ട്, ഉപ്പുമുണ്ട്, എല്ലാം ചേർത്തിട്ടുള്ളത്. രസം വയ്ക്കാൻ പോലും കാശില്ലാത്ത ഒരു ലോകം.
രസം വെക്കാൻ കാശില്ലാത്ത അന്ന് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട പാനീയമായിരുന്ന രസമായിരുന്നു ഈ കഞ്ഞിട വെള്ളം ചാറ്. പുമ്മുളു, അത് അവരോട് ചോദിക്കുക, പുമ്മുളു എന്താണ് എന്ന്. ഉപ്പും മുളകും ഉള്ളിയും വെറുതെ ഇങ്ങനെ ചതച്ചിട്ട് അത് മധുരമായി കഴിച്ചിരുന്ന ഒരു ബാല്യം. ആ ബാല്യത്തിലൂടെ വന്നിട്ടുള്ളവരാണ് AC മുറികളിൽ ഇന്ന് ഇരിക്കാൻ വേണ്ടി ദൈവം നമ്മെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ലോകം ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ തരുന്നത്. നമുക്ക് ഈ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത് ചെയ്യാൻ ഇത്തരത്തിലുള്ള കൂട്ടായ്മ, ഈ ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. വേറെ ഒരു പെൺകുട്ടി, ഭർത്താവ് നല്ല ഉന്നതനാണ്, ടൗണിൽ വലിയ ബിസിനസ്സാണ്, അച്ഛൻ അമ്മ കല്യാണം കഴിഞ്ഞ് വന്നു, അച്ഛൻ അമ്മ. ആ കുട്ടി എപ്പോഴും കുടുംബം ഉച്ചക്ക് 2:30 മുതൽ 4:30 വരെ ഉറങ്ങും. ആ വീട്ടിൽ ഉച്ചക്ക് 2:30 മുതൽ 4:30 വരെ എല്ലാവരും ഉറങ്ങും. ഈ പെൺകുട്ടി 3 കൊല്ലമായി വാതിൽ അടച്ചിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടക്കിടക്ക് കൂർക്കം വലിക്കുന്ന ശബ്ദവും കേൾക്കും. കുട്ടി പഠിക്കുകയാണ്. ഭർത്താവിന്റെ കുടുംബക്കാർ പഠിക്കാൻ കുട്ടിയെ വിടുന്നില്ല. കുട്ടി എപ്പോഴോ ഒരിക്കൽ പോയപ്പോൾ ഒന്ന് രജിസ്റ്റർ ചെയ്തു, ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് കുട്ടി ഇരുന്ന് പഠിക്കുകയാണ്. എന്തെങ്കിലും കാരണം പറഞ്ഞ് പരീക്ഷ എഴുതും. ആരും അറിഞ്ഞിട്ടില്ല കുട്ടിക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം. അങ്ങനെയുള്ള എത്ര പേർ ഇന്ന് കേരളത്തിലുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ വീട്ടിലുള്ള പെങ്ങന്മാരോട് ചെന്ന് ചോദിക്കുക, അമ്മമാരോട് ചോദിക്കുക. അവരുടെ വ്യസന കഥ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെയുള്ളവർക്ക് ഐക്യദാർഢ്യം നമ്മളല്ലാതെ വേറെ ആര് കൊടുക്കാനാണ്? എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന വിദേശത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, നിങ്ങളുടെ അനിയത്തിമാരെ, നിങ്ങളുടെ വീട്ടിലുള്ള പ്രിയപ്പെട്ട പെങ്ങന്മാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾക്ക് പഠിക്കണോ? ഭാര്യമാരെ, നിനക്ക് പഠിക്കണോ? ഞാൻ പഠിപ്പിക്കാവടി, ഞാൻ നിന്നെ പഠിപ്പിക്കാം. അവർക്ക് വേണ്ട കൈത്താങ്ങുകൾ കൊടുക്കൂ. എത്രയോ ദുഃഖിച്ചിരിക്കുന്നവരുണ്ട്. നിങ്ങൾ സ്വാർത്ഥനാകണം അക്കാര്യത്തിൽ. അറിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ വിശ്വസിക്കുന്ന എന്റെ മതം എന്നോട് പറഞ്ഞിരിക്കുന്നത് അൽ ഇൽമ് ഹയാത്തുൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അൽ ഇൽമ് അറിവാണ് അതിലേക്കുള്ള ചലനം ഉണ്ടാക്കുന്നത്, അതിലേക്ക് നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏറ്റവും വലിയ പുണ്യപ്രവർത്തനമാണ് അത്. അങ്ങനെ നിങ്ങൾ ഒരു 2 പേരെ 3 പേരെ ദത്തെടുക്കുക, അഡോപ്റ്റ് ചെയ്യുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഫോർമൽ എഡ്യൂക്കേഷൻ, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്നെല്ലാം പറഞ്ഞല്ലോ. ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഓഫ്ലൈൻ എഡ്യൂക്കേഷൻ, ODL എഡ്യൂക്കേഷൻ എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇതെല്ലാം യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ ഒരു 3 പേരെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുക. സാമ്പത്തികമായി അഡോപ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും വലിയ പുണ്യമാണ്. നിങ്ങൾ അവരെ സാമ്പത്തികമായി പഠിപ്പിക്കുക. നാമമാത്രമായുള്ള ഫീസേ ഇഗ്നോ വാങ്ങുന്നുള്ളൂ. അല്ലെങ്കിൽ സമയമെങ്കിലും അവർക്ക് അനുവദിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചെറു പുഞ്ചിരിയെങ്കിലും അവർക്ക് കൊടുക്കുക. അവർ പഠിക്കട്ടെ. അറിവ് അഗ്നിയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മനോഹരമായി വളരും. നിങ്ങളുടെ അനിയന്മാർ, അനിയത്തിമാർ മനോഹരമായി ഈ ലോകം കാണും. അങ്ങനെ ഒരു തുറന്ന കണ്ണ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്ലാസ് കുറച്ച് ഇമോഷണലും കുറച്ച് ചർച്ചകളും കുറച്ച് ആശങ്കകളും കുറച്ച് പരിഭവങ്ങളും എല്ലാം പറഞ്ഞു. യഥാർത്ഥ രീതിയിൽ നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ ആരെങ്കിലും വിഷമിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അച്ഛന്റെ രോദനം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അത് കണക്കാക്കണം. നമ്മുടെ നാട് അത് ആഗ്രഹിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. ഒരാൾ 3 പേരെയെങ്കിലും അഡോപ്റ്റ് ചെയ്യുക. അവർക്ക് നിർബന്ധമായി മുബാറക് മാഷിന്റെ നമ്പർ കൊടുത്തോളൂ. ഞാൻ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം. ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് ഹെൽപ്പ് ചെയ്യാനുള്ളതാണ്, ഇടങ്ങേറുണ്ടാക്കാനല്ല, ബുദ്ധിമുട്ടിക്കാനില്ല എന്നുള്ള വർത്തമാനം പറയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് അറിയണമെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിലേക്ക് താങ്കൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.